അപ്പോൾ കർത്താവിന് നമ്മൾ കൊടുക്കുന്നതും നമ്മുടെ ആരോഗ്യവും ആയുസ്സും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. And the more you give for God, there's a greater connection between health and this long life. ഇത് ദൈവവചനത്തിന്റെ തത്വത്തിന് വിരുദ്ധമായി നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. And if you're going to just give it in a way for some other reason, it might affect your health. ദൈവിക സമൃദ്ധി എന്നൊരാശയമാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനുള്ളത്. Holy Spirit is going to talk us about God's abundance. വേദപുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാശയമാണ് ദൈവിക സമൃദ്ധി എന്ന് പറയുന്നത്. In Bible we can see that how much abundance that has happened in the scripture. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളുടെ പുസ്തകം മുഴുവനും ദൈവത്തിന്റെ സമൃദ്ധി കൊണ്ട് നിറയപ്പെട്ട ഒരു പുസ്തകമാണ്. There are lots of passages in the scripture we can look where God has spoken about it. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ when we come to the New Testament in John chapter 10, യേശു കർത്താവ് താൻ സ്വയമായി നമ്മോട് പരിചയപ്പെടുത്തി പറയുകയാണ്. Jesus is introducing about one thing here. ഞാൻ നല്ല ഇടയനാണ്. He is saying that he is a good shepherd. ഇടയന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര ആടുകൾ ഉണ്ടെങ്കിലും ആ ആടുകളെ മുഴുവനും നന്നായി മുന്നോട്ട് കൊണ്ടുപോകും. We know how a shepherd leads the sheep. ഇതുപോലെ യേശു തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. And Jesus introduces himself as being a good shepherd. എന്നിട്ട് യേശു കർത്താവ് പറയുന്നു, And then Jesus says, ഞാൻ നല്ല ഇടയനായി നിങ്ങളെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ as I take care of you as a good shepherd, നിങ്ങളെ നശിപ്പിക്കേണ്ടുന്നവന് വേണ്ടി ഒരുവനുണ്ട്. at the same time there is someone who is there to destroy you. അവനെ യേശു വിളിച്ചത് കള്ളൻ എന്നാണ്. And Jesus addressed him as a thief. കള്ളന്റെ സ്വഭാവം അതാണല്ലോ, നശിപ്പിക്കുക And എന്നുള്ളതാണല്ലോ. so what is the nature of a thief? To destroy യേശു things. ഡയറക്റ്റ് പറയുകയാണ്, ഞാൻ വന്നത് സമൃദ്ധിയായ ജീവനെ തരാനാ. And Jesus said, I have come so that I can give you life in abundance. എന്നാൽ ഈ പിശാചു വന്നത് അറുക്കാനും മുടിപ്പാനും നശിപ്പിക്കുവാനും വേണ്ടിയാണ്. But Satan has come so that he can kill you, destroy you and take away what belongs to you. എന്നാൽ യേശു വന്നത് സമൃദ്ധിയായ ജീവനെ തരാനാ. But Jesus has come so that he could give it life in abundance. ഈ സമൃദ്ധിയായ ജീവനെ തരുവാൻ യേശു വന്നുവെങ്കിൽ, And if Jesus had come for doing so, നാം അവനെ വിശ്വസിക്കുമ്പോൾ, and as you believe in him, യേശു നമ്മുടെ മേൽ കൈമാറ്റം ചെയ്യുന്നത് സമൃദ്ധിയായ ഒരു ജീവനാ. and Jesus also transfers something similar to us. ഹല്ലേലൂയ. അതിനെ തകർക്കുവാൻ വേണ്ടി വരുന്നതാണ്, ആമേൻ, അറുക്കാനും മുടിപ്പാനും നശിപ്പിക്കുവാനും വേണ്ടി കള്ളനായ പിശാചു വരുന്നു. And that is why to just do the opposite as Satan comes here. എന്നാൽ ദൈവത്തിന്റെ സമൃദ്ധി എന്നൊരാശയം ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. Now Jesus is going to teach us about something in abundance. എല്ലാ വർഷവും ഒരുപാട് ആമേൻ സമയങ്ങളിൽ ഈ ദൈവവചന ഭാഗം അല്ലെങ്കിൽ ദൈവിക സമൃദ്ധിയെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള ജനത്തെ ഞാൻ അത് പഠിപ്പിക്കുവാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. And I have tried many times to talk to you about financial abundance, and this is what we have discussed multiple times. പഠിക്കുന്നവർക്ക് ജയിച്ച് കയറി പോകാം. And people who have learned the concept have always taken victorious. ഇതെന്നെ പഠിപ്പിക്കണമോ എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നിനക്ക് ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കാം. Now if you think so, is it necessary that I should learn this? Then you might have to stay എന്നാൽ the way നീ you are. പഠിച്ചാൽ സ്തോത്രം, നിനക്ക് ഉയർച്ചയുണ്ടെന്ന് ഉറപ്പാണ്. But if you're going to learn this, then it's going to definitely lead you to more exaltation. ഞാൻ പഠിപ്പിക്കുന്നത് ദൈവവചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ടാണ്. I'm teaching you about based on what the scripture tells എൻ്റെ us. സ്വപ്നങ്ങളോ എൻ്റെ ചിന്തകളോ എൻ്റെ ആഗ്രഹങ്ങളോ അല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന്റെ ആഗ്രഹങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. I am teaching you the desires of God based on the word. ദൈവത്തിന്റെ ആഗ്രഹം അഥവാ ദൈവത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് പണമല്ല. And so God's abundance is not just only related to money. ദൈവിക സമൃദ്ധി എന്ന് പറയുന്നത് സമൃദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനുള്ള ദൈവത്തിന്റെ അഭിഷേകം അവൻ നമ്മുടെ മേൽ പകരുന്ന അനുഭവമാണ് ദൈവിക സമൃദ്ധി എന്ന് പറയുന്നത്. So when we say about abundance, it's about how God is going to give you the anointing, and that anointing is going to lead you into the fulfillment. ദൈവിക സമൃദ്ധി എന്ന് കേൾക്കുമ്പോഴേ സ്തോത്രം, പിശാച് ഇങ്ങനെ കളകൾ വിതച്ച് സ്തോത്രം ഉടനെ കാശിന്റെ കാര്യം പറയാൻ പണത്തിന്റെ കാര്യം പറയാൻ പോകുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. So many times people misunderstand this is all about money, and also Satan tried to take away things. വേദപുസ്തകം അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. But the scripture doesn't teach you that way. ഹല്ലേലൂയ. ഏപ്രിൽ മാസം 1-ാമത്തെ ഞായറാഴ്ച നിങ്ങളെ
ദശാംശം പഠിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I'm not here just to teach you about how you'll have to give tithes. എന്നാൽ ദൈവിക സമൃദ്ധി എന്നൊരാശയം ബൈബിൾ പറയുന്നത് കൊണ്ട് നാം അത് പഠിച്ചാൽ നമ്മെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ ദൈവത്തിന് സാധിക്കും. Because as per the biblical, prosperity is something which God teaches us, and so let us learn more about the abundance. അപ്പോൾ ദൈവിക സമൃദ്ധി എന്ന് പറയുന്നത് So when I say like that, നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൈവിക അഭിഷേകം നമ്മുടെ മേൽ പകർന്ന ശേഷം നമ്മെ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരും. so God will lead us into the profusion first by anointing us, and then he will lead us accordingly. ദൈവിക സമൃദ്ധിക്കകത്ത് നാം ഉദ്ദേശിക്കുന്ന ഒരു അസറ്റുകളുമല്ല ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. It is not just about the riches that you make here. ദൈവിക സമൃദ്ധി എന്ന് കേൾക്കുമ്പോഴേ നാം ഉദ്ദേശിക്കും നമ്മുടെ കാറ്, നമ്മുടെ വീട്, നമ്മുടെ ബാങ്ക് ബാലൻസ്, ഇതൊന്നുമല്ല ദൈവിക സമൃദ്ധിക്കകത്തുള്ളത്. So what includes in God's abundance is not what we look at this eternal world. ദൈവിക സമൃദ്ധിക്കകത്തുള്ളത് ദൈവത്തിന്റെ അഭിഷേകമാണ്. And so what is incorporated in his abundance is his anointing. ആ അഭിഷേകം നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ നാം ദൈവിക സമൃദ്ധിയിലേക്ക് കയറി വരും. Now when we have this anointing on us, that would definitely lead us into this affluence. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. നമുക്ക് സമ്പത്തുണ്ടാക്കുവാൻ ദൈവം പണം തരുന്നുവെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. പിന്നെയോ Deuteronomy chapter 8 verse 18, it doesn't say that God is going to give you the wealth just by itself. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൈവിക സത്യത്തിലേക്ക്, ദൈവിക വചനത്തിലേക്ക് നാം വന്നേ പറ്റൂ. Now if you're going to misunderstand it, then you'll have to understand the truth. അങ്ങനെ കരുതുന്ന പലരും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കാശ് കിട്ടാൻ വേണ്ടി. കിട്ടത്തില്ല കേട്ടോ. There are many times people fast and pray thinking that my wealth is going to increase. വെറുതെ സമയം കളയരുത്. You don't have to simply waste your എന്നാൽ time. ദൈവത്തിന്റെ ഉദ്ദേശം ഇവിടെ ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ നാം പ്രോസ്പർ ആകുവാൻ നമുക്ക് ആരോഗ്യവും തരുന്നത് ദൈവമാണ്. Deuteronomy 8:18 clearly says that how do we increase our wealth by the power of God. ഹല്ലേലൂയ. അപ്പോൾ ഈ ആരോഗ്യം ദൈവം നമുക്ക് തരും. God is going to give us the health that is needed. എന്തിനു വേണ്ടി? പ്രോസ്പർ ആകാനായിട്ട്. So that we could increase our wealth. ദൈവിക സമൃദ്ധി നമ്മുടെ മേൽ ഉണ്ടാകുവാൻ, and to have God's abundance on us. ഈ ദൈവിക സമൃദ്ധിയും നമ്മുടെ ആരോഗ്യം തമ്മിൽ ഭയങ്കര റിലേറ്റഡ് ആണ്. God's health and this wealth that we are going to make is going to be connected. ദൈവിക സമൃദ്ധിയും നമ്മുടെ ആരോഗ്യവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. The wealth that we are going to make, the abundance God is going to give us, and our health are really connected. ദൈവിക സമൃദ്ധിക്കകത്ത് നമ്മൾ കയറിയാൽ നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകും. Now if you are a part of God's abundance, you will definitely have a greater life. ദൈവിക സമൃദ്ധിയെ നമ്മൾ തിരസ്കരിച്ചാൽ നിങ്ങൾക്ക് ദീർഘായുസ്സ് ഉണ്ടാകത്തില്ല. Now when you just ignore the abundance of God, then you can't expect a ഞാൻ long വളരെ life. വ്യക്തമായി ദൈവവചനത്തിൽ നിന്ന് ഇന്ന് പകൽ അത് തെളിയിക്കും. I'm going to prove you by the scripture here. ദീർഘായുസ്സ് ഉണ്ടായിരുന്ന വേദപുസ്തകത്തിൽ ബൈബിളിൽ ദീർഘായുസ്സുള്ളവരുണ്ട്, ദീർഘായുസ് ഇല്ലാത്തവരുണ്ടായിരുന്നു. At the same time in the scripture we can see people who have had a long life and a short life. അബ്രഹാം, ദാവീദ് ഇവരൊക്കെ ദീർഘായുസ്സുള്ളവരായിരുന്നു. We can see Abraham, David, they had a longevity of life. എന്നാൽ ഇവർ ദൈവിക സമൃദ്ധിക്കകത്ത് ജീവിച്ചവരാ. Because they were living with God's abundance. അബ്രഹാം ക്ഷാമം കണ്ടവനാ. And even though Abraham met famine, ജീവിതത്തിൽ വെല്ലുവിളികളെ കണ്ടവനായിരുന്നു. even though he had faced lots of challenges, പക്ഷേ അവൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവനെ കുറിച്ച് വേദപുസ്തകം ഇങ്ങനെയാ പറയുന്നത്, but right before his death the scripture says അവൻ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. he was blessed in everything. അവൻ സകലത്തിലും സമൃദ്ധിയുള്ളവനായി മാറി. He was having excellence in all that he had. ദാവീദിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് പറയുകയാണ്, And even the same is uttered about അവൻ David. സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. He was blessed in all things that he had. അവന് ദൈവം ദീർഘായുസ്സ് കൊടുത്തു. God had given him a great life. സകല സമ്പത്ത് കൊണ്ടും അവൻ നിറയപ്പെട്ടു. He was filled with all the blessings. കാരണം എന്ത്? ദൈവത്തിന്റെ സമൃദ്ധിയും നമ്മുടെ ആരോഗ്യവും ആരോഗ്യവും ബലവും തമ്മിൽ ഭയങ്കരമായി കണക്റ്റഡ് ആണ്. Because God's abundance and our health have a greater connection. ആദ്യമേ സഭയിലുള്ള എല്ലാവരും മനസ്സിലാക്കുക, ലോകത്തിന്റെ തത്വമല്ല സമൃദ്ധിയെക്കുറിച്ച് ബൈബിളിന്റെ തത്വം. The philosophy of the world which talks about abundance is not how the Bible teaches us. ദൈവം കാശ് തരത്തില്ലെന്ന് പറഞ്ഞപ്പോഴേ ആൾക്കാർ ഉറങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ.
You translate. When we say that God is not going to give you money, you don't look so happy. ദൈവം മണി തരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെല്ലാം അലേർട്ടായേനെ. When I say that God's going to give you lots of wealth, everyone would pay lots of attention. അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് ഏപ്രിൽ ഫസ്റ്റ് സൺഡേ. And so sometimes we think that, okay, we have come here for the financial year with that mindset. ദൈവിക സമൃദ്ധി എന്ന് പറയുന്നത് പണമല്ല. God's abundance is not about making money. എന്നാൽ ദൈവിക സമൃദ്ധിക്കകത്തുള്ള ബൈ പ്രൊഡക്റ്റ് ആണ് ആമേൻ പണം എന്ന് പറയുന്നത്. But as a part of God's abundance, you will get it as an extra thing which is attached as your ദൈവിക wealth. സമൃദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം വിളിച്ചു എന്ന സത്യം നിങ്ങൾ അറിയുമ്പോൾ അതിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് നിന്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ പണം എന്ന് പറയുന്നത്. As you know that you are belonging in abundance, and this realization helps you know that you are having a wealth that is required ആ for you. ദൈവിക സമൃദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചത്. And to that abundance is what God has called you for. ഇന്ന് പകൽ തിരിച്ചറിയുക, നിന്റെ ജീവിതത്തിന്റെ ആമേൻ അനുഗ്രഹത്തിന്റെ ഉറവ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. Your life's entire source of blessing is going to be from God. നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ ജോലിയല്ല, നിങ്ങളുടെ പ്രാപ്തിയല്ല, നിങ്ങളുടെ ആ കുടുംബ സ്വത്തല്ല. സ്തോത്രം. ദൈവിക നമ്മുടെ സോഴ്സ്, നമ്മുടെ ഉറവ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. Our origination of blessing starts from Jesus and not by our abilities or talents or work that we have. അതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് ഞാന്. And that is the biggest evidence that I'm there living in front of you. കഴിവല്ല, It's not about the abilities. കുടുംബസ്വത്തല്ല, It's not about what your family has given for you. മറ്റൊന്നുമല്ല. നിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് യേശു കർത്താവാണ് എന്ന് നീ സമ്മതിച്ചാൽ നീ സമൃദ്ധിയിലേക്ക് കയറും. And if you know that the source of everything has come from only God and not by anything else, you will get into the abundance. ഹലോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഞാനെ വെട്ടിയാൽ സമൃദ്ധിയിൽ നിങ്ങൾ കയറും. And if you're going to cut thinking that I am the one, if you cut off ഞാൻ that center, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. and you may say that I have toiled so much to make it. എന്റെ കുഞ്ഞ്, ഇതൊക്കെ പോകാൻ അധികം സമയം വേണ്ട. And so you have to realize that it wouldn't take so long that it can lose all of that. നിങ്ങൾ അതിനെ തൂങ്ങിപ്പിടിച്ച് കിടക്കേണ്ടവരല്ല. You are not meant to be clinging on to what you consider to be your ഈ wealth. ഉറവ തിരിച്ചറിഞ്ഞാൽ, Now if you understand the origin, ഹല്ലേലൂയ, ഞാൻ പഠിച്ചത് കൊണ്ടാ, ഞാൻ ജോലി ചെയ്തുകൊണ്ട്, ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഈ ആത്മീക ജീവിതത്തിലേക്ക് നിനക്ക് കയറി വരാൻ കഴിയാത്തതിന് കാരണം ഈ കഷ്ടപ്പാട് എന്ന കാര്യം നിന്റെ തലമണ്ടയ്ക്കകത്ത് ഈ ലോകജ്ഞാനം തന്നിരിക്കുകയാണ്. the world has deeply implanted in your mind that you will have to toil so much to get something, and if you're going to catch it with that, then you may not understand the real source. എന്താ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ഉറവിടം യേശു കർത്താവാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, But if you know that the birthplace of all your blessings is only Jesus, അന്ന് മുതൽ നിങ്ങൾ ദൈവിക സമൃദ്ധിയിലാണ്. and from that day onwards you belong to the God's abundance. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആവശ്യങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യത്തെ ചിന്ത എവിടെ നിന്ന് കടം വാങ്ങുമെന്ന. And so before you could understand what is abundance, the first thing they think is, where can I just get a loan from? നിന്റെ ഉറവിടം യേശുവാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് When you don't know that you have the birthplace of blessings from Jesus, നിന്റെ ഈ ബോധ്യം ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനം. you'll have to know that not your knowledge is not the same thing what the ഞാൻ world കഴിഞ്ഞ teaches കുറച്ച് you. ആഴ്ചകളായി സംസാരിക്കുന്ന ഈ വചനം തന്നെയാ. From the constantly for weeks I've been teaching about this. ലോകത്തിന്റെ കണക്ക് കൂട്ടലുകൾ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. The worldly calculations is not going to take you forward. ഹലോ സഹോദരന്മാരെ, Are you with me? എന്നാൽ ഇന്ന് പകൽ പരസ്യമായി നീ കൺഫസ് ചെയ്യണം, യേശുവാണ് എൻ്റെ ഉറവിടമെന്ന്. You will have to open your mouth and confess that Jesus is the birthplace of my blessing. കർത്താവാണ് എൻ്റെ ഉറവിടമെന്ന് Jesus is the source of my നീ blessing. ദൈവ സന്നിധിയിൽ സമ്മതിച്ചാൽ, If you're going to acknowledge it in God's presence, നീ അറിയാത്ത വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ തുടങ്ങും. God is going to open miracle doors for you. നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുന്നോ? Are you agreeing it with me? നീ എന്ന് ഈ സത്യം തിരിച്ചറിയുമോ അന്ന് വരെ ദണ്ഡിക്കപ്പെടേണ്ടി വരും. Until the point that you realize the truth, you may have to still struggle. യേശു എൻ്റെ ഉറവിടമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, If you know that Jesus is my origin, നിങ്ങൾ സ്വതന്ത്രരാ. Jesus is my source, you are അതിനുവേണ്ടി free. യേശു ക്രൂശിൽ മരിച്ചത്. That is why Jesus has died on the ക്രൂശു cross. മരണത്തിന്റെ ഒരു തത്വമതാ. And that is the philosophy of the cross. നിങ്ങളുടെ ദാരിദ്ര്യം ഞാൻ ഏറ്റെടുത്തു, I have taken up your poverty. എന്റെ സമൃദ്ധി നിങ്ങളുടെ മേൽ ഞാൻ കൈമാറ്റം I ചെയ്തു. have given my prosperity to you. എങ്ങനെ? എന്റെ ക്രൂശു മരണം മുഖാന്തിരം And through the death of his cross. സഭയ്ക്കകത്ത് വരുന്നുണ്ട്.
Are you come to the church? പാട്ട് പാടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, You worship him ഒക്കെ ശരിയാ. and happy about that. പക്ഷെ ഈ തത്വം നിന്റെ അകത്ത് കയറിയിട്ടില്ല. Now if you don't get this reality knowledge in yourself, യേശു ക്രൂശിൽ മരിച്ചത് Jesus have been dying on the നിങ്ങളുടെ cross ദാരിദ്ര്യത്തെ അവൻ ഏറ്റെടുത്തു. because he has taken up your poverty. പൗലോസ്ലീഹ പറയുകയാണ്, എന്റെ ദാരിദ്ര്യം യേശു ഏറ്റെടുത്തിട്ട് Paul says that he has taken up my poverty. യേശുവിന്റെ സമൃദ്ധി അവൻ എന്റെ മേൽ കൈമാറി. Jesus has given his prosperity to me. അതിന് നമ്മൾ എന്ത് ചെയ്തു ജോസ് ബ്രദറെ? And so the Lord, that is what we അതിന് need to നമ്മൾ know. എന്ത് ചെയ്തു? And so what did we do നമ്മൾ for it? എന്ത് വില കൊടുത്തു? And what did we do to pay നാം for it? കൊടുക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ മതി. All that I'll have to do is just believe in Jesus. ഞാൻ കൊടുത്ത വില അത് മാത്രമേ ഉള്ളൂ. And all that is what is expected യേശുവിന്റെ me to pay. കർത്താവാണെന്ന് ഞാൻ വിശ്വസിച്ച് As I believe Jesus is the Lord, ഞാൻ പരസ്യമായി ഏറ്റുപറഞ്ഞാൽ, as I confessed it, ഹല്ലേലൂയ, നമ്മുടെ അവൻ ഉറവിടം അവനാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, if you agree that he is the origin of your blessing, ഹല്ലേലൂയ, നിങ്ങളുടെ അനുഗ്രഹം ആരംഭിക്കും. and that is where your blessing starts. നിങ്ങളുടെ വഴികൾ തുറക്കപ്പെടാൻ തുടങ്ങും. Your doors are going to be opened ഇന്ന് up. പകൽ അടുത്തിരിക്കുന്നവരുടെ നിങ്ങളുടെ വായ തുറന്നൊന്ന് പറ, യേശുവ എന്റെ ഉറവ എന്ന് പറ. And tell to at least the next person sitting to you that Jesus is my source of ഹല്ലേലൂയ. blessing. അടുത്തിരിക്കുന്ന കരമൊന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങളത് വായി തുറന്നൊന്ന് ഒന്ന് അവൻ കൺഫസ് ചെയ്ത് വിളിച്ചു പറഞ്ഞ്, യേശുവാണ് എന്റെ ഉറവ. Jesus is the birthplace of my blessing. ഹല്ലേലൂയ. Jesus is the spring of my blessing. വേറെ ഒന്നുമല്ല എൻ്റെ ഉറവ. എനിക്ക് വരുന്ന എല്ലാ കൈവഴികളുടെയും ആമേൻ ഉറവ, സോഴ്സ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു കർത്താവാണ്. The wellspring comes of mine from Jesus. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ പരസ്യമായി കൺഫസ് ചെയ്ത് കഴിയുമ്പോൾ, And as you confess it, ഫിലിപ്പിയ ലേഖനം 4:19 പറയുന്നു, in Philippians chapter 4 verse 19 says, തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വിധത്തില്, he is going to give us according to the riches. ഹല്ലേലൂയ, സൃഷ്ടിയിൽ സൃഷ്ടിപ്പ് ഞാൻ നടത്തിയത് എന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വണ്ണമാണ്. He has created everything based on the riches that he has ഞാൻ got. ശൂന്യതകളെ അല്ല സൃഷ്ടിച്ചത്, ഞാൻ സമൃദ്ധിയെയാണ് സൃഷ്ടിച്ചത്. He has created everything in a greater way by his hands. എന്റെ സമൃദ്ധിക്കൊത്ത വിധത്തില്, According to his abundance, എന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വണ്ണം according to the glory of his riches, നിങ്ങളുടെ ആവശ്യങ്ങൾ, whatever you require, നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ and all that you require, പൂർണ്ണമായും തീർത്തു തരുമെന്ന് he will be able to supply it. യേശു കർത്താവ് നമ്മോട് പറയുകയാ. God has made a promise to us. നിങ്ങളുടെ ഏതൊരു ആവശ്യങ്ങളും And whatever might be your requirement, തീർത്തു തരുന്ന ദൈവം, he is there to make it true. ഉയർത്തെഴുന്നേറ്റ യേശു He is a resurrected Jesus. ഇന്ന് പകൽ നിങ്ങളുടെ സ്വന്തമാണ്. And he is yours. നിങ്ങളുടെ സ്വന്തമാണ്. He belongs to you. അവൻ എന്റെ ഉറവയാണ്. He is my source. ഹല്ലേലൂയ. ഏതൊരു ആവശ്യം വന്നാലും ഞാൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, യേശു എന്റെ ഉറവയാണ്. And any requirement in my life, I അത് keep telling, വറ്റിപ്പോകുന്ന ഉറവയല്ല. he is my spring and it doesn't അത് get വറ്റിപ്പോകുന്ന deserted. ഉറവയല്ല. It is not going to be drained out. അതേത് വേനൽക്കാലത്തും അവൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. He is going to be a wellspring which is flowing എത്ര up all വലിയ the time. ചൂടേറിയ കാറ്റടിച്ചാലും ആ ഉറവ വറ്റിപ്പോകത്തില്ല. This source is never going to be dried up. മഹത്വത്തിന്റെ ധനത്തിനൊത്ത വണ്ണം അവൻ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം തീർത്തു തരും. He will be supplying that everything that I need based on the riches of his ഹല്ലേലൂയ. glory. ഒന്നും മുടങ്ങത്തില്ല. There's nothing that I'm going to be വായി lacking. തുറന്ന് ഇന്ന് പകൽ പറ, ഈ സാമ്പത്തിക വർഷത്തിൽ ഒന്നും മുടങ്ങത്തില്ല. Open your mouth and say that I'm not going to lack anything. സംശയിച്ചുകൊണ്ട് കുറെ പേര് പറയുന്നുണ്ട്. സംശയമില്ലാതെ പറ, ഈ സാമ്പത്തിക വർഷത്തിൽ എന്റെ ഒരു കാര്യം മുടങ്ങത്തില്ല. In this year that I will be not lacking anything. നിങ്ങൾ പലർക്കും ആശങ്ക വരുന്ന കാര്യം എന്താ? ദൈവത്തിന് സ്തോത്രം. ആ സാഹചര്യങ്ങളല്ല ഇന്ന് പകൽ വിളിച്ചു പറയേണ്ടത്. പിന്നെയോ ശൂന്യതകളെ നോക്കി പറ. What troubles you most of the time is your situation. So look at them ഞാൻ and നിങ്ങളെ tell, ചലഞ്ച് ചെയ്യുകയാ. I am challenging you. ശൂന്യതകളെ നോക്കി നിങ്ങൾ പറയുക. Look at what is troubling you and tell. ആ ശൂന്യതകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. Because God has given everything that you require to sort it out. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരാവശ്യവും എന്റെ മുടങ്ങത്തില്ല. In this financial year, there is nothing that I'll be lacking. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, എന്റെ ഒരു ആവശ്യവും ഈ സാമ്പത്തിക വർഷത്തിൽ മുടങ്ങത്തില്ല. All my requirements I'll be met. കുഞ്ഞിന്റെ അഡ്മിഷന്റെ കാര്യമാണോ? യു ഡോണ്ട് വറി. You don't have to worry about what you നിങ്ങളുടെ മക്കളുടെ require. ഭാവിയെ ഓർത്താണോ? If you're worried about your child's future, മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിന്റെ കൊച്ചിന്റെ ആവശ്യങ്ങൾ മുഴുവനും തീർത്തു തരും. God would supply it according to the riches of his glory for you. അടുത്ത വർഷം സ്കൂൾ ഫീസ് ആണോ? It's about the school fees. മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, According to the riches of his glory. മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം According to the riches of his glory. യേശു തീർത്തു തരും.
God is going to supply it for you. കർത്താവ് തീർത്തു തരും. He is going to fill it up for you. നിന്റെ ആവശ്യങ്ങൾ മുഴുവനും, All that you need, ഈ ആണ്ടിലെ ആവശ്യങ്ങൾ മുഴുവനും all that you require for അവൻ this year, നിനക്ക് വേണ്ടി തീർത്തു തരും. He is going to be supplying it for you. ഹല്ലേലൂയ. Hallelujah. അതിനകത്ത് കഷ്ടപ്പാടില്ല, And there is no trouble in it. അതിനകത്ത് ദുഃഖമില്ല. There is no sorrow in it. ഞാൻ പറയുന്നത് വചനമാണ്. I'm telling you the scripture. നീ അതിനകത്ത് ദുഃഖിക്കേണ്ടി വരത്തില്ല. You don't have to be sitting ആത്മാവിൽ sad. ഇതിനകത്ത് ഇരിക്കുന്ന സകല കുടുംബങ്ങളെ നോക്കി ഈ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, അതിനകത്ത് നീ സോറോ അനുഭവിക്കേണ്ടി വരത്തില്ല. There will be no lacking that you will have to experience sadness. അതിനകത്ത് നീ വേദനിക്കേണ്ടി വരത്തില്ല. You won't be having any pain in it. യേശു പറയുകയാണ്, നിന്റെ ആവശ്യങ്ങൾ ഞാൻ തീർത്തു തരാം. Because Jesus says, I will be supplying your needs. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, നാം ദൈവ വഴിയിൽ സമൃദ്ധി അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, If you are planning to get blessed by the way God wants you, അതിനകത്ത് ദുഃഖമുണ്ടാകത്തില്ല, He will not give you any sorrow in it. അതിനകത്ത് കഷ്ടപ്പാടുണ്ടാകത്തില്ല. He is not going to give you more hardships അതുകൊണ്ട് in it. നിങ്ങളെല്ലാവരും ജോലി ചെയ്യാതെ വീട്ടിലിരിക്കണമെന്നല്ല. But that doesn't mean that you don't work on it. സന്തോഷത്തോടെ ജോലി ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യും. He will give you the ability to do your work with happiness. ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെടുകയാ. Now you may say that I've been toiling ഞാൻ ഈ since ഒരു morning. മാസം മുഴുവനും കഷ്ടപ്പെട്ടിട്ടാ. I've been spending my hard work for this entire month. മക്കളോട് അങ്ങനെ പറയരുത്. Now you don't tell this to your children. ദൈവിക വഴിയിലുള്ള സമൃദ്ധി അനുഭവിക്കാനാ ദൈവം നിങ്ങളെ വിളിച്ചത്. God has brought you so that you would experience God's abundance. അതിനകത്ത് കിടന്ന് കഷ്ടപ്പെടാനോ ഉഴലുവാനോ അല്ല ദൈവം വിളിച്ചത്. He did not call you so that you will struggle to live in it. എന്നാൽ വചനം പറയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നീ സമ്പത്തുണ്ടാക്കും. Now by God's blessing you will be able to make riches. ദൈവത്തിന്റെ ഫേവർ കൊണ്ട്, അനുഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ പ്രസാദത്താൽ, ഹല്ലേലൂയ, നിന്റെ മേൽ അനുഗ്രഹം ഉണ്ടാകും. When you experience God's favor, you will be able to make more അതിനകത്ത് ഒരു blessing. വേദനയും നിനക്കുണ്ടാകത്തില്ല. And in that there is no more pain added. അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തില് There is no sorrow in it. യേശുവിന്റെ കരം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. You have God's hand upon you. അതേ പുസ്തകം തന്നെ, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കൂ. 6-ാമത്തെ In വാക്യം. Proverbs chapter 10 verse 6. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. ആരുടെ തലയ്ക്ക് മീതെ അനുഗ്രഹം വരുന്നത്? A good man is covered with blessings നീ from his head. നീതിമാനായ മതി. All that God expects is you to stay righteous. ഹല്ലേലൂയ. ഈ വചനമൊന്നും അറിയാത്ത നാട്ടുകാർ പറയുന്നത് പണ്ട് ബന്ധിക്കോസുകാരെ കുറിച്ച് പറയുന്ന അമേരിക്ക എന്ന് വരുവാന്ന്. അന്ന് ആകെ മലയാളിക്ക് അമേരിക്ക എന്ന രാജ്യം മാത്രമേ അറിയത്തുള്ളൂ. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, UK എല്ലായിടത്തും വരുന്നുണ്ടെന്നേ. എല്ലാ രാജ്യത്തു നിന്നും വരുന്നുണ്ട് പറഞ്ഞു. There are many times people are coming from different countries. ഇത് ആരോ അമേരിക്ക എന്ന് മാത്രമുള്ളെന്ന് ആര് പറഞ്ഞു? But most of the time people misunderstand. People come only from പണ്ടൊരുത്ത് US. നല്ലൊരു സാരി ധരിച്ചവർ ഇത് അമേരിക്ക എന്നാ വരുന്നതെന്ന്. And so if someone is dressed up ഇത് so അമേരിക്ക good, എന്ന് വന്നാൽ ഇത് ഓസ്ട്രേലിയ എന്ന് വന്നതാ. they say okay, it came from only US. ഹല്ലേലൂയ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന പുസ്തകം പറയുന്നു, But the book that I believe in tells നീതിമാന്റെ തലയുടെ മേൽ, there will be on the head of the righteous, നിന്റെ തലയ്ക്ക് മീതെ അനുഗ്രഹം വരികയാ. and there will be blessings upon your head. എത്ര പേർ കാണുന്നുണ്ട് ഇന്ന് How പകൽ? many of you are able to see that? നിന്റെ തലയ്ക്ക് മീതെ പ്രാക്കല്ല ഇരിക്കുന്നത്. We don't have any other trouble on your head. നിന്റെ തലയുടെ മീതെ ശാപമല്ല ഇരിക്കുന്നത്. You don't have curse on your head. നീതിമാന്റെ തലയുടെ മീതെ അനുഗ്രഹം വരികയാ. Blessings are on the head of the righteous. ഹല്ലേലൂയ. എത്ര പേർ അത് കാണുന്നുണ്ട് ഇന്ന് പകല്? How many of you are able to see that? നീതിമാന്റെ തലയുടെ മീതെ അനുഗ്രഹം വരണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. And if you just want so, you'll have to do one thing. ആ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുന്നു. In Proverbs chapter 8, നീതിമാന്റെ തലയുടെ മീതെ, and on the head of the righteous, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിനക്ക് നിനക്കൊരു സമ്മർദ്ദം ഉണ്ടാകത്തില്ല. there will be no trouble for you. ഫിനാൻസുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം വന്നാൽ പിന്നെ അത് മുഴുവൻ മുഖത്ത് കാണാം. ഭയങ്കര സമ്മർദ്ദങ്ങളാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ തലയുടെ മീതെ അനുഗ്രഹം വരാൻ പോകുക. And when you get trouble with financials, it's reflected on your വിശ്വസിക്കുന്ന head. ആർത്ത് വിളിച്ചോ? And കുഞ്ഞുങ്ങൾക്ക് നിന്റെ തലയുടെ മീതെ നല്ല റിസൾട്ട് വരാൻ പോകുക. you'll have to believe that you'll be getting greater result, because that's what is placed നല്ല on your റിസൾട്ട് head. വരാൻ പോകുക. You're going to be getting good results നിന്റെ in your തലയുടെ exams. മീതെ ഒരു ഭാരവും വേണ്ട. You don't have to have any burden on your നീ head. തുള്ളിച്ചാടി യേശുവിനെ ആരാധിച്ചോ? You'll have to
rejoice in the God. നീതിമാന്റെ തലയുടെ മീതെ അനുഗ്രഹങ്ങൾ കുന്നുകൂടാൻ പോവുക. Because there's going to be a mountain of blessings on the head of the ശൂന്യതകൾ righteous. കൊണ്ടല്ല നിന്റെ തലയുടെ മീതെ ഈ പുതിയ സാമ്പത്തിക വർഷത്തെ പരിശുദ്ധാത്മ നിറയ്ക്കാൻ പോകുന്നത്. അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നിറയ്ക്കും. He's going to heap upon blessings on your head. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആമേൻ സദൃശവാക്യയുടെ പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു. എന്റെ പക്കൽ ധനവും മാനവും എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്ത് നീതിയുമുണ്ട്. നിനക്ക് വേണ്ടതെല്ലാം എന്റെ കയ്യിലുണ്ട്. In Proverbs 8:18 says, riches and honor are with me. നീ ദൈവത്തെ വിശ്വസിക്കാൻ ആദ്യം തയ്യാറാകണം. You will have to be ready to just believe in God. വിശ്വസിക്കുന്നവരോട് മാത്രമുള്ള ദൂതായത്. This is a message for the one who believes in him. ദൈവത്തിന്റെ കയ്യിൽ ധനമുണ്ട്. God has all the riches in his hand. മാനവും He has got all the honor in him. പുരാതന സമ്പത്ത്. He has got an enduring wealth. നിന്റെ വല്യപ്പച്ചൻ ജനിക്കുന്നതിന് മുമ്പുള്ള പുരാതന സമ്പത്ത് He has got all the family wealth in him. ആരുടെ കയ്യിലുണ്ട്? It is in God's hand. ദൈവത്തിന്റെ കയ്യിലുണ്ട്. As it is in God's 20-ാമത്തെ hand. വചനം പറയുന്നു ദൈവത്തിന്റെ കയ്യിലുള്ള ആ സമ്പത്ത് എങ്ങനെ നിന്റെ കയ്യിൽ വരുമെന്ന്. And the 20th verse tells us how is that going to come to 20-ാമത്തെ you. വാക്യം വായിക്കുന്നു. When we look at verse 20, എന്നെ സ്നേഹിക്കുന്നവർക്ക്, ഹലോ കമോൺ, എന്നെ സ്നേഹിക്കുന്നവർക്ക്, for those who love me, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് for those who love God, അവർക്കുള്ളതാണ് പുരാതനമായ സമ്പത്ത്. to them belongs the enduring wealth. അവർക്കുള്ളതാണ് ദൈവത്തിന്റെ ധനം. ആർക്കുള്ളതാണ്? ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. God's wealth is meant for people who love him. ആ ഉപദേശി നോക്കുന്നതുകൊണ്ട് പാട്ട് പാടുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനല്ല. It doesn't mean that you just don't love him. ആർക്കെങ്കിലും വേണ്ടി ചർച്ചിൽ ഭാഗത്തിരിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനല്ല. It doesn't mean that you sit in the church and you look like ദൈവത്തെ you're loving God. സ്നേഹിക്കുന്നവൻ ദൈവത്തിനൊത്ത വിധത്തിലുള്ള ജീവിതം ക്രമീകരിക്കും. When you love God, you're going to have your life aligned അവൻ according to him. ദൈവത്തെ ബഹുമാനിക്കും. You'll have to give him the respect that he deserves. മതത്തിന്റെ പുറകെ പോകുന്ന അനുഭവമല്ല ഇവിടെ. നീ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുക. It's not about just religious experience. നിന്റെ മക്കളെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. Teach your children how they are supposed to love പുരാതന God. സമ്പത്ത് നിന്റെ വീട്ടിൽ നീ അറിയാതെ കയറി And വരും. your family wealth, the enduring wealth is going to be there in your home. ഓ, എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? How many of you are willing it? നിന്റെ വീട്ടിൽ കയറി വരുമെന്ന്. It is going to come into your home. ശരീരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക. Not just with your body, but with your heart love നിന്റെ God. ഹൃദയത്തിനകത്ത് ഒരു യാഗപീഠം കത്തിക്കാൻ നീ തയ്യാറാകുക. If you're ready to build an altar in your heart for God, ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ നിന്റെ വീടിനകത്ത് പുരാതന സമ്പത്ത് വരും. and in this new year, there's going to be a family wealth, enduring wealth coming into your home. ഞാൻ ഒരിക്കൽ ഇന്ത്യയിൽ കൽക്കട്ട അസംബ്ലീസ് ഓഫ് ഗോഡ് ശുശ്രൂഷിക്കുന്ന 4 ദിവസത്തെ മീറ്റിംഗ്. There was a meeting for 4 days. എന്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടമാണ്. It was the time that I started my ministry. ഇന്ത്യയിൽ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായ ചർച്ചാണ് കൽക്കട്ട അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. In Calcutta Assemblies of God, there was a much systematic church. ഞാൻ അവിടെ ശുശ്രൂഷിച്ച് 3-ാമത്തെ ദിവസം രാമൻ വെളുപ്പിന് 4 മണിയായപ്പോൾ ഞാൻ താമസിക്കുന്ന ഗസ്റ്റ് റൂമിൽ വന്ന് ആരോ മുട്ടി. As I was there on the 3rd day of my ministry, someone knocked at my guest room. ഞാൻ ചാടി എന്നിട്ട് വാതിൽ തുറന്നു. It was early in the morning and I just woke up and opened the door. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ക്വാർട്ടേഴ്സിൽ തന്നെ ഞാൻ താമസിക്കുന്നത്. I was staying in the quarters of their church. അവിടെ നിന്ന് 300 കിലോമീറ്റർ അകലെ ഒരു ക്യാമ്പിന് പോയ ഒരു ബ്രദർ അന്ന് രാത്രി അദ്ദേഹത്തിന് അവിടെ കിടന്നുറങ്ങാൻ കഴിയാത്തത് കൊണ്ട് എന്നെ തേടി വന്നതാണ്. I was just 300 meters away. There was a camp and he was staying there, but he just wanted to see me. He ഒരു came in. മലയാളിയാണ്, കൊച്ചിക്കാരനാ. He was a guy from Cochin. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. I have not met him before. ഞാൻ ചെന്ന ആദ്യ സമയം തന്നെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. And the first time I went there, I met him. അവൻ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഉപദേശി നിങ്ങൾ പോകാവൂന്ന് പറഞ്ഞു. And he told me that you'll have to come to my home and you'll have to pray. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ വരാനല്ല ഞാൻ ഇവിടെ വന്നത്, ഇവിടെ ഈ ചർച്ചിന്റെ പാസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ ഈ യോഗത്തിൽ പ്രസംഗിക്കാൻ വന്നതാ. I told him that I have not come here for just praying in the home. I have come here for preaching here. ഈ ചർച്ചിന്റെ പാസ്റ്റർ എന്ത് പറയുമോ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. And I told him, what does this pastor says? That is what I'm about to do. അതെന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ തീരുമാനമാണ്. And that is what I've decided. ഏതെങ്കിലുമൊക്കെ സഭകളിൽ പോകുന്നവരുടെ വീടുകളിൽ പോകുന്ന ജോലി എന്റേതല്ലത്. I don't go to people's home who goes എന്നെ to കർത്താവ് another വിളിച്ച് church. ദൈവരാജ്യം വളർത്താൻ വേണ്ടിയാ. God has called me so that I could build up God's kingdom. അവൻ അങ്ങോട്ട് പോയി. And after he left, അവൻ വിചാരിച്ചു ഞാൻ അവന്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമെന്നാ. and he also thought that okay, I'm going to come to his അത് home ലോക്കൽ and ചർച്ചിലെ pray. പാസ്റ്റർ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തെയാണ് ആ വീട്ടുകാർ ബഹുമാനിക്കേണ്ടത്. And that was the responsibility of the local pastor, and that is what is കൊച്ചിന്ന് എന്ന expected. ഒരുത്തനെ അല്ല അവർ റെസ്പെക്ട് ചെയ്യേണ്ടത്. ആ ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്നവർ ആ സഭയുടെ പാസ്റ്ററിനെ റെസ്പെക്ട് ചെയ്യേണ്ടത്. The people who gathered in their local church are supposed എന്നാൽ to ഞാൻ honor their പഠിച്ചിട്ടുള്ളതും pastor. നിങ്ങളെ പഠിപ്പിക്കുന്നതും വേദപുസ്തകത്തിന്റെ തത്വം അതാണ്. And what
what I have learned and I'm teaching you according to the scripture is the same. മൂന്നാം ദിവസം രാത്രിയായപ്പോൾ And the third day when it was night, അവൻ വീട്ടിൽ വിളിച്ചു ചോദിച്ചു, ഞാൻ ചെന്നോ? അവർ പറഞ്ഞു ചെന്നിട്ടില്ല. and he asked me like, have you gone to this home? അന്ന് And they രാത്രി said, അവൻ "Did you go?" I didn't go. കിടന്നുറങ്ങുമ്പോൾ And the night when I slept, അവനൊരു വയറുവേദന പിടിച്ചു. the guy got it having stomach pain, അവൻ അവിടുത്തെ ഹോസ്പിറ്റൽ ചെന്നു. and he had to be taken to the hospital. ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. And they had consulted a doctor. ഡോക്ടർ മെഡിസിൻ കൊടുത്തു. The doctor had given him a ആ മെഡിസിൻ prescription. കൊണ്ട് അവന് അസുഖം മാറിയില്ല. But after taking the medicine, still he wasn't വെളുപ്പിന് well. 3 മണിയായപ്പോൾ And it was early morning, 3 o'clock. ദൈവം അവനോട് പറഞ്ഞു, God had told him, എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. God had told him to come to me. അദ്ദേഹം വന്നു. The person had come to എന്നെ see മുറിയിൽ me. കയറ്റി. I made him sit in my room. ഞാൻ അദ്ദേഹത്തെ വേണ്ടി പ്രാർത്ഥിച്ചു. As I was praying for him, അവൻ യേശു അദ്ദേഹത്തെ സൗഖ്യമാക്കി. and God has healed him. പോകാൻ ഇറങ്ങുമ്പോൾ As he was about to leave, അദ്ദേഹം അന്ന് ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമായി പറയുന്നത്, I'm talking to you about what അന്ന് happened 18 years back. അദ്ദേഹം $400 ഇന്ത്യൻ മണിയല്ല $400 എൻ്റെ കയ്യിൽ എടുത്തു തന്നു. And according to me, at that point of time, he had given me $400. ഭയങ്കര അസൂയ. എനിക്ക് മനസ്സിലായി $400 എത്രയാകുമെന്ന് കണക്ക് കൂട്ടിയിരിക്കുക. I think you might be calculating how much it might be. എൻ്റെ പൊന്നു കൂടപ്പിറപ്പ്, നിങ്ങൾ കണക്ക് കൂട്ടിക്കും, ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. Now, as you even calculate, I'll be staying more blessed. കർത്താവിന്റെ വചനം എന്താ? പുരാതന സമ്പത്ത്, നീ കാണാത്ത സമ്പത്ത് ഞാൻ നിനക്ക് തരുമെന്ന്. God is going to give you your family fortune, your enduring wealth to you. വിശ്വസിക്കാൻ തന്റെ ഇടമുണ്ടോ? Are you ready to believe in it? ഈ സാമ്പത്തിക വർഷത്തിൽ നീ ഒരിക്കലും കാണാത്ത പുരാതന സമ്പത്ത് നിന്റെ വീട്ടിൽ കയറി You വരും. are going to be getting your family inheritance in your home. പുരാതന സമ്പത്ത് നീ അന്വേഷിച്ച് പോകണ്ട, നിന്റെ വീട്ടിൽ കയറി വരും. പുരാതന സമ്പത്ത്, ഞാൻ അതിനെ ഇന്ന് പകൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുക, നീ കാണാത്ത സമ്പത്ത്. Now let me tell you that this wealth which you haven't seen നിന്റെ before, തലമുറ അനുഭവിക്കാത്ത സമ്പത്ത്, a wealth which your generation ഇത് had not നീയും നിന്റെ experienced. തലമുറയും അനുഭവിക്കാനുള്ള സമ്പത്താ. And this is meant for you and your generation to experience it. ഹല്ലേലൂയ. പിശാചിന് ഇതിന്റെ മേൽ കരം വെക്കാനുള്ള സമ്പത്തല്ല ഇത്. This was not meant for just for Satan to take it ദൈവം away. ഇത് സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാ. God has created it for me. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വന്ന് ദൈവരാജ്യത്തിനകത്ത് കയറിയവർക്ക് വേണ്ടിയുള്ളതാണ് പുരാതന സമ്പത്ത്. This wealth belongs to one who has come to the church and is worshiping അത് God. ദൈവം നിനക്ക് തരും. And those possessions are അത് yours. ദൈവം നിനക്ക് തരും. And God is going to give it to അതിന് you. നിങ്ങൾ എന്ത് ചെയ്യണം? And what am I supposed to എന്നെ do? സ്നേഹിക്കുന്നവർക്ക് And because he says the one who വസ്തുവക loves, ഞാൻ അവകാശമാക്കി കൊടുക്കും. he'll be giving them all the rights. ഞാനൊരു പ്രവചനം വിശ്വാസത്താൽ പറയാം. I'm telling you a prophecy with faith. വസ്തുവകകൾ സ്വന്തമായി വീടുകളില്ലാത്തവർ The ones who don't have തല belongings, ഉയർത്തി ദൂത് പിടിച്ചോ. you don't have own house, grab ഈ it up. വർഷം നിങ്ങൾ എഗ്രിമെന്റ് എഴുതും. This year you will be getting your own home as an agreement. ഈ ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്ന, പ്രാർത്ഥനയ്ക്ക് വരുന്ന, സ്തോത്രം, വീടില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്തവർ, വാടക വീട്ടിൽ കിടക്കുന്നവർ, നിങ്ങൾ ദൈവത്തിന് വാടക വീട്ടിൽ കിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അതിനകത്തൊരു നെഗറ്റീവ് അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവവചനം പറയുന്നു നമ്മുടെ അവകാശമാണ് ഈ ഭൂമി. God's word tells us that the earth belongs to us, and if you're still saying in a rented home, വ്യാജ വാർത്തകൾ നിങ്ങൾ വിശ്വസിക്കരുത്. you don't have to believe in negative things. ആരൊക്കെയോ പ്രസംഗിച്ചുകൊണ്ട് നടന്നു, Now that sometimes people ഭൂമി preach, സാത്താന്റേതാണെന്ന്. people told you lie that the earth belongs to ബൈബിൾ Satan. പറയുന്നു But the scripture says ഭൂമിയും അതിന്റെ നിറവും the fullness of the earth, എന്നെ സൃഷ്ടിച്ച, it is the one who created, എന്നെ നിർമ്മിച്ച the one who made me. എന്റെ ദൈവത്തിൻ്റെതാ. It belongs to my God. Pay attention. ഒരുപാട് ഓടിയാലേ ഈ ദൂത് ഇന്ന് പകൽ അവസാനിക്കത്തുള്ളൂ. There's many things that I have to tell you. ഭൂമിയും അതിന്റെ നിറവും ആരുടേതാ? The fullness of the earth belongs to whom? ആ സാഹചര്യത്തിൽ പോകുന്നവർ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് കൺഫസ് ചെയ്യണം. ഈ വർഷം ഞാൻ ഭൂമി അവകാശമാക്കും. You will have to believe it, and if you confess that, you will take possession of the earth. ഒരുപാട് പേർക്ക് ഇവിടെ കുഞ്ഞ് ദൈവസന്നിധിയിൽ വന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ ചോദിക്കുക എന്താ അസുഖം, വയറുവേദന ആണെങ്കിൽ മിണ്ടാതിരിക്കുവോ? Now when you go to a doctor, when he says that you're having a stomach pain, തലവേദന ആണെങ്കിൽ മിണ്ടാതിരിക്കുവോ? Now when you എന്റെ say സ്വഭാവത്തിൽ headache, തലവേദനയാണോ സാറെന്ന് ചോദിച്ചാൽ തലവേദന തന്നെയാന്ന് പറയും. now if I have pain, then I will tell him, yes, this is where I'm having pain. വയറുവേദനയാണോ എന്ന് ചോദിച്ചാൽ മിണ്ടാതെ തലകുനിച്ചിരിക്കുകയല്ല. സ്തോത്രം, വയറുവേദനയാണെന്ന് തന്നെ ഞാൻ പറയും. If someone asks me what's wrong, I will tell them this is what I'm facing. കാര്യം with the എന്താ? doctor. ഡോക്ടർക്ക് മനസ്സിലാകണം എന്നെ. Because the doctor have to understand what is my problem. ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നതേ Now when you come to God's church, മൗനമായിരിക്കാനല്ല, you're not coming here to stay quiet. ആരംഭത്തിൽ ഇന്ന് പാട്ട് പാടാനല്ല, Not just only to sing വായ songs. തുറന്ന് ചെറുത് വിളിച്ചു പറയാനാ. You will have to open and confess. ഈ ആണ്ടിൽ ഞാൻ അവകാശമാക്കും. This year I'm going to be owning our own home. ഈ അബ്രഹാമിന്റെ കാലത്ത് ഒരു ഭയങ്കര ക്ഷാമം ഉണ്ടായി. During the time of Abraham, there was a famine. അയാളുടെ മകന്റെ കാലത്തും അതുണ്ടായി. And even during the times of പക്ഷെ the son. മകനോട് ദൈവം പറഞ്ഞു, But God had told, നിന്റെ അപ്പൻ എന്റെ കൽപ്പന അനുസരിച്ചവനാ.
as your father had obeyed my commands, നിന്നെ ഞാൻ മാനിക്കും. I'm going to be സെക്കൻഡ് exalting ജനറേഷനുള്ള you. ദൂതാ ഇത്. And God is giving it for the second ഇവന്റെ കാര്യം ആര് generation. നോക്കുമെന്ന് ഒരു അപ്പനും അമ്മയും നിലവിളിക്കേണ്ട, അവന്റെ കാര്യം ദൈവം നോക്കും. You don't have to be worried about your children. Who will പക്ഷെ take അവന്റെ care of കാര്യം them. ദൈവം നോക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ദൈവത്തിന്റെ കാര്യം നോക്കണം. Now, if you want God to take care of your വാ children, എന്റെ you കൂടെ have വാ, to take care സ്തോത്രം of ചെയ്യാ. them. ആമേൻ. വിശ്വാസത്തിൽ വന്ന ഒന്നാമത്തെ ജനറേഷൻ ദൈവവചനത്തോട് ആമേൻ ഒരു കോംപ്രമൈസിനും തയ്യാറാകരുത്. The first generation should never have a compromise with God's word. അവിടെ പോകുന്നവർ അങ്ങനെയാണല്ലോ, നീ ആ കൂടെ പൊക്കോ. പക്ഷെ ഇവിടെ വരുമ്പോൾ വേദപുസ്തകത്തിന് സത്യം നീ അനുസരിച്ചേ പറ്റൂ. Now you may not have to compare yourself with somebody else, but you will have to stay obeyed to the കാലം word. മാറി എന്ന് വിചാരിച്ച് സിലബസ് മാറിയിട്ടില്ല. Even though the time has passed by, but the content of the scripture has not changed. ഇനിയോ ആമേൻ ഒരു 50 വർഷം കഴിഞ്ഞിട്ടാണ് യേശു ആ നമ്മണവാളൻ വരുന്നതെങ്കിൽ അന്ന് വരെ സിലബസ് മാറത്തില്ല. Even if Jesus is going to come back later, but still this is going to stay the same. ഒരുപാട് എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. സിലബസ് മാറ്റാൻ നടക്കത്തില്ല കുഞ്ഞെ. ഈ സിലബസ് മാറ്റാൻ പറ്റത്തില്ല. There are many times people have tried to divert this passage. ഈ സിലബസിലുള്ളത് എല്ലാം ഞാൻ പഠിപ്പിക്കും. But whatever God has told the scripture, ജന I'm going to teach you, സ്വതന്ത്രമാകും. and the people are going to be set. അപ്പൊ ഭൂമിയെ അവകാശമാക്കും. You will have to take possession of the land. ഭൂമി മേടിച്ചിട്ട് വീട് പണിയാത്തവർ ഈ വർഷം വീട് പണി ആരംഭിക്കും. Those who have not got a own land, you will start buying a land and start building up a home. ഞാൻ കഴിഞ്ഞ ദിവസം നാഗർകോവിൽ മീറ്റിംഗ് ചെയ്യുന്നപ്പോൾ പാസ്റ്ററിന്റെ മുമ്പിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. When I went to Nagarkoil for the meeting, the pastor just stood there and wept. പാസ്റ്റർ എനിക്ക് വീടില്ല. He told me that I don't have a own home. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നേ? And I asked him, like, why do you cry for that? 4-5 വർഷം മുമ്പ് എനിക്കും ഇല്ല, ഞാൻ ഇന്നുവരെ കരഞ്ഞിട്ടില്ല. Now I was also went through the same time, but I did not ഹല്ലേലൂയ. cry. സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ അതിന് വല്ലതും ഉണ്ടോ? But do you have something with your hands? നിങ്ങളുടെ കയ്യിൽ അതിന് വല്ലതും ഉണ്ടോ? Do you have something in your hand? അദ്ദേഹം 2 ലക്ഷം രൂപയുണ്ട്. He told me I've got just 2 lakhs. നീ അതുകൊണ്ട് തുടങ്ങിക്കോ, ബാക്കി ദൈവം തരും. And I told him, you start with what you have and the rest God will give you. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് തുടങ്ങണം. Whatever you have in your hand, you എന്താ have to start. ബാലകന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് യേശു തുടങ്ങി. Whatever was in that boy's hand, Jesus started with that. യേശു തുടങ്ങി. Jesus had started the multiplication. ഹലോ, ഇനി എടാ ഫിലിപ്പോസ്, ഇനി ഇങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ഈ തപ്പി പിടിച്ചിരിപ്പുണ്ടാകാം, വേറെ കുറച്ച് അപ്പം കൊണ്ട് അവരെയും കൂടെ പെറിക്കൊണ്ടുവരാൻ യേശു പറഞ്ഞോ? Did Jesus tell them to go inquire? Maybe നിന്റെ there is കയ്യിൽ someone else who 5 brought the wood. മതിയടാ. എന്റെ സ്വഭാവം നീ അങ്ങനെയാ. Now, even if you have 5 fishes, 5 loaves of bread, what I'm going to do is പഴയ increase it. നിയമത്തിൽ പ്രവാചകൻ ആ വിധവയോട് ചോദിക്കും, നിന്റെ കയ്യിൽ എന്തുണ്ട്? The Old Testament, the prophet asked the widow, what do ഈ you have? ചർച്ചിനകത്ത് ഇരിക്കാൻ സത്യം തുറന്നു പറയുക, മനസ്സിലാക്കിക്കൊള്ളണം. I'm telling you the truth. Please understand that. 10,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഇന്ന് കരച്ചില്ല. And now maybe think that I don't have this, then you may cry. ആ വിധവയോട് നിന്റെ കയ്യിൽ എന്തുണ്ട്? But you asked the widow, like, what do ഒരു you have? ഭരണി എണ്ണയുണ്ട്. She said that I've just got a pot of oil. സഹോദരി പോയി വെറും പാത്രം വാങ്ങ, ബാക്കി ഞാൻ നിറച്ചോളാം. And so he just told her to go and get all the empty vessels so it can be filled in. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? Now what do you have to എന്റെ understand? വാക്ക് നീ അനുസരിച്ചാൽ If you're going to obey his word, അതിന്റെ അർത്ഥം നീ എന്നെ സ്നേഹിക്കുവാണെന്ന്. and that means you're loving God. നീ എന്നെ സ്നേഹിക്കുവാണെന്ന്. As you're loving him, നീ എന്നെ സ്നേഹിച്ചാ മതി. as you love him, ഞാൻ വസ്തുവകളെ നിനക്ക് അവകാശമാക്കി തരുന്ന I would ഒരു give you- വർഷമായിരിക്കും ഇതെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിച്ചു പറയുകയാണ്. I prophesy that this year is going to be getting you the wealth that കരമടിച്ച് you സ്വീകരിച്ചോ, require. കരമടിച്ച് സ്വീകരിച്ചോ. Put your hands together and receive it. ഒരുപാട് പേര് ചിന്തിക്കുന്നു, ഇതൊക്കെ സഭയിൽ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? Now many times you may think, like, do we have to preach this in the church? പൗലോസ് ശ്ലീഹ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ When Paul wrote the letter to Romans, 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഒരു വാക്യമുണ്ട്, in Romans chapter 10, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? he says that if someone doesn't preach, then how will someone learn it? ചിലർ പറയുന്നത് സ്വർഗത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കാവുന്ന. So some people say, okay, you'll have to preach only ഞാൻ about ചോദിക്കട്ടെ, heaven. നീ സ്വർഗത്തിലാണോ ഇവിടെയാണോ ഇരിക്കുന്നത്? Now, where are you living? Are you in heaven or in earth? നീ സ്വർഗത്തിലാണോ ഇവിടെയാണോ ഇരിക്കുന്നത്? ഭൂമിയിൽ തന്നെ ഇരിക്കുന്നത്. Now, we are living here in this earth. അല്ലേ? ഭൂമിയിലായിരിക്കുന്നേ. We are dwelling here in this എങ്കിൽ earth. ഇവിടെ ജയിക്കണം. You will have to turn victorious here. യേശു എന്താ പറഞ്ഞേ? What did Jesus say? ലോകത്തിൽ കഷ്ടമുണ്ട്. He said, in the world there may be trouble. സ്വർഗത്തിൽ കഷ്ടമുണ്ടെന്നല്ലല്ലോ പറഞ്ഞേ, ലോകത്തിൽ കഷ്ടമുണ്ടെന്നല്ലേ പറഞ്ഞേ? He said there will be trouble in പക്ഷേ the ഞാൻ world. ലോകത്തെ ജയിച്ചിരിക്കുന്നു. But I have overcome the world. ലോകത്തെ ജയിക്കാനുള്ള കാര്യമായി പറയുന്നത്. And I'm teaching you how you can overcome the world. ചേർന്ന് സ്തോത്രം ചെയ്തോ. Tell an അപ്പോൾ amen. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കും. Because the one who loves him, he will give them the എല്ലാവരും enduring കണ്ണു നോക്കി, wealth. ആർക്കെങ്കിലും വസ്തുവകകൾ കിട്ടുന്നുണ്ടെങ്കിൽ വീടാകട്ടെ, വാഹനമാകട്ടെ, എന്തോ ആകട്ടെ, സ്വർണ്ണമാകട്ടെ, എന്തുമാകട്ടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആരെങ്കിലും പറയും ഇത് അവിടുന്ന് ഒന്നുമല്ല. സോഴ്സ് ഉറവ യേശുവാ.
Now, when people see that you've got lots of blessings, they may say you got from somewhere else, but the source is Jesus. വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അടുത്ത വചനം പറയുന്നു അവരുടെ ഭണ്ഡാരങ്ങളെ. He gives them the enduring wealth and he takes all the treasuries. ജയം ബ്രദർ, ആരുടെ ഭണ്ഡാരങ്ങളെയാ? He took the treasuries. ആരെ ഞാന്? യെസ്, ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ ഭണ്ഡാരത്തെ. He is going to fill the one who love him with his treasuries. അയ്യോ പാസ്റ്റർ കൊണ്ട് കേട്ടോ, നിങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെയാ. Now വചനം പറയുന്നു, but the scripture says കർത്താവിനെ സ്നേഹിക്കുക. you will have to love God. കർത്താവിനെ സ്നേഹിക്കുക. You will have to love God. ഭണ്ഡാരങ്ങളെ, With your treasuries, നിന്റെ സ്റ്റോർ ഹൗസിനെ your storehouse, നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. there is a God who is going to fill it in. നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. He is going to fill it in. നീ അവനെ വിശ്വസിക്കുക. You will have to believe in him. നമ്മൾ ആരും സമ്പത്തിന്റെ ഉടമസ്ഥരല്ല. We are not just the owners of all this. പത്രോസ് പറഞ്ഞില്ലേ, What did Peter say? മീൻ പിടിക്കാൻ പോവാണെന്ന്. He is going to catch the fishes. വലയൊക്കെ ഉപേക്ഷിച്ച് ചൂണ്ട ഇവിടെ ഇരിക്കുക. And he has tried so much. അഥവാ and he മീൻ got it. കിട്ടിയില്ലെങ്കിൽ അടുത്ത പണിക്ക് പോകണം. And now he knew that if he is not going to get anything, he's got to go look for next job. ലോകത്തിന്റെ തത്വം, The world's philosophy is, പണത്തിന്റെ ഉടമസ്ഥൻ ഞാനാണെന്നാണ്. the world teaches you that you are the owner of the possessions and wealth. എന്നാൽ ബൈബിളിന്റെ തത്വം, But the scripture tells us, ഞാൻ ഈ സമ്പത്തിന്റെ, ഈ പണത്തിന്റെ കാര്യവിചാരകൻ മാത്രമാണ്. I am the supervisor or the caretaker of all this wealth. ഹല്ലേലൂയ. സമ്പത്തിന്റെ ഉടമസ്ഥൻ ആരാ? So the wealth belongs to whom? ആദ്യമേ നമ്മളെല്ലാവരും ഏറ്റു പറഞ്ഞതാണ്, യേശുവാണ് എന്റെ ഉറവ, എന്റെ ഉറവിടം യേശുവാ. We have confessed it with our mouth, saying that all the ഞാൻ source ആദ്യം of blessing മനഃപൂർവ്വം is Jesus. പറയിപ്പിച്ചതാ. I made you tell it from your heart. എന്റേതല്ല എന്റെ കയ്യിലുള്ള പണം. So it is my money that I have is not mine. ഈ സമ്പത്തിന്റെ ഉടമസ്ഥൻ എന്റെ കർത്താവാ. The God is the owner of what I'm having. സമ്മതിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് പകല്? How many of you agree to it? എന്റേതല്ല ഇത്. It doesn't belong to me. ഇതിനെ കൈകാര്യം ചെയ്യാൻ വിളിക്കപ്പെട്ടവൻ ഞാനാണ്. But I am the one who is stewarding it. ഇതിന് കാര്യസ്ഥൻ ഞാനാ. As I am the steward here. എത്ര പേർ വിശ്വസിക്കുന്ന അങ്ങനെ? ഇന്ന് പകൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പണത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവമാണെന്ന് ഒരു കൈമാറ്റ എഗ്രിമെന്റ് ഇന്ന് പകൽ നിങ്ങൾ തയ്യാറാകുമോ? Are you ready to make an agreement that I am just a steward ഈ here and വർഷം all നിങ്ങളുടെ belongs to God? തത്വം അങ്ങോട്ട് മാറുമെന്നായി പറഞ്ഞു വരുന്നത്. And this is what I'm telling you, that you ഈ can have great വർഷം change. നിങ്ങളുടെ ചരിത്രം മാറും. This year your history is going to be changed. ഈ വർഷം സഭയുടെ ചരിത്രം മാറും. The church history is going to be modified. ഈ സത്യം പരിശുദ്ധാത്മ പഠിപ്പിച്ചിട്ടാ ഇങ്ങോട്ട് എന്നെ വിട്ടത്. And God has, Holy Spirit has taught me this. കർത്താവിനോട് പറഞ്ഞു, നീ ഒന്നും നോക്കണ്ടടാ, നീ അങ്ങ് വിളിച്ചു പറഞ്ഞു ബാക്കി കാര്യം ഞാൻ ചെയ്തോളാന്ന്. God told me, just tell what I tell you, but the rest I will take care. നമ്മുടെ കയ്യിലുള്ള ഒന്നിന്റെയും ഉടമസ്ഥര് നമ്മളല്ല. I am not the owner of everything that I'm having in ഇതിന്റെ my എല്ലാം hands. കാര്യവിചാരകന്മാര് നമ്മളാ. I'm just the steward here. ഇവിടുന്ന് മരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? Is there anyone who's going to take what you have here? ഞാനാ ജീവിച്ചിരിക്കുന്നെങ്കിൽ മിക്കവാറും ഫ്യൂണൽ സർവീസ് ഞാനാ. അപ്പൊ എന്താ നിങ്ങളുടെ കയ്യിൽ തന്നു വിടണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാ. Since I will be the one who is taking the final ceremony, ആദ്യം then I ഞാൻ will അങ്ങ് decide. പോകുകയാണെന്ന് വിചാരിച്ചോ? Now what happens if the preacher goes? അയ്യോ അത് മാത്രം വേണ്ട ബാസ്, ഞങ്ങൾ അങ്ങ് പൊക്കോളാം. So you may be thinking, no, ഇതിന് no, no. വല്ലാത്ത ഔദാര്യമൊന്നും വേണ്ട. ആര് പോയാലും ആമേ മറ്റുള്ളവരാ തീരുമാനിക്കുന്ന എന്ത് തന്നു വിടണമെന്ന്. Now even if someone dies, the other person decides what has to be kept in their grave. പക്ഷെ നമ്മുടെ പണത്തിന്റെ കാര്യവിചാരകന്മാർ നമ്മളല്ല. ആമേൻ. നമ്മുടെ കർത്താവാണ് അതിന് ഉടമസ്ഥൻ. നമ്മെ അതിനെ കൈകാര്യം ചെയ്യുവാൻ വിളിക്കപ്പെട്ട് ആക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രം. Even though he is the owner of it, he has assigned us as his managers, his stewards, to take care of it. ദൈവം ആദമിനെ ഹവ്വയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ, When God has created Adam and Eve and left them in the Garden of Eden, ഇവിടെ ശ്രദ്ധിച്ചേ, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചോളാനല്ലേ പറഞ്ഞേ? God has given them that you can enjoy everything that I've ഈ created here. തോട്ടം നിന്റേതാണെന്ന് പറഞ്ഞോ? Did he tell them that you are the owner of the ഈ garden? തോട്ടത്തിന്റെ ഏക അവകാശി നിങ്ങളാണെന്ന് പറഞ്ഞോ? Did he tell them that this garden is going to be your possession? ഇല്ല, ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാം. He said you can just take over of all of ഉൽപ്പത്തി this. പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 2:15. In Genesis chapter 2 verse 15. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാൻ. The Lord took man to cultivate the Garden of Eden. 2 അതിനെ കാപ്പാനും അതിനെ കാപ്പാൻ. And also to care for it. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സകല സമ്പത്തിനെയും
God has given us all these blessings. അതിനെ വർദ്ധിപ്പിക്കുക എന്നൊരു ദൗത്യം നിങ്ങളുടെ മേലുണ്ട്. And you should also make sure that you are increasing it, അതിനെ expanding it. സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. You will have to also guard over it. ആരാണ് കാര്യവിചാരകൻ? Who is the one who is going to take care of it? ഒരു വീട് ഇവിടെ പണിതിട്ടിട്ട് തൽക്കാലം ഇവിടെ നിന്ന് പോകുന്ന ഒരുത്തൻ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകാറുണ്ട്. Now if there's a home that is here but the person assigned someone else to manage ആ the home, പ്രോപ്പർട്ടി മുഴുവനും കേടുവരാതെ സൂക്ഷിക്കുക, കാക്കുക എന്നുള്ളതാണ് കാര്യവിചാരകന്റെ ഉത്തരവാദിത്വം. the watchkeeper is supposed to take over the land doesn't get spoiled. അതിനെ മാനേജ് ചെയ്യണം, അതിനെ കെയർ ചെയ്യണം. You will have to guard it and you'll have to keep it safe. ഇത് തന്നെയാണ് ദൈവം സൃഷ്ടിച്ച സകലത്തിനെയും നാം മാനേജ് ചെയ്യുകയും ദൈവത്തിന് റിസോഴ്സുകളെ എന്ന് പറഞ്ഞാൽ ദൈവം തന്ന പണത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ സൂക്ഷിച്ച് കരുതണം. As you are being an administrator of what God has given you, you will have to manage it efficiently. കാര്യവിചാരകത്വത്തിന് ചില തത്വങ്ങളുണ്ട്. When I talk about the stewardship, there are certain things that you need to ഒന്ന്, know. ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന പണത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. You will have to be responsible about the money that you spend. തോന്നിയതുപോലെ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്താൽ അത് വർദ്ധിക്കത്തില്ല. Now if you're going to just spend it the way that you think, it is not going to increase. നിങ്ങൾ അതിനെ ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്താൽ Now if you take a proper responsibility and govern it നിങ്ങളുടെ കയ്യിലിരിക്കുന്ന accordingly, പണത്തിന് വർധനമുണ്ടാകും. there will be an increase of what you have. ഹല്ലേലൂയ. അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. There are many times people doesn't know how are they supposed to handle money. 1000 രൂപ അന്ന് ജോലി ചെയ്ത് കിട്ടിയാൽ If they have earned 1,000 rupees by their work that day, ഒരാവശ്യമില്ലെങ്കിൽ അന്ന് 10 പൊറോട്ട മേടിക്കും. he'll just get and spend it lavishly without 4 thinking. ബീഫ് കറി മേടിക്കും. 10 പൊറോട്ട 4 ബീഫ് കറിയുടെ ആവശ്യമുണ്ടോ? He just buys it simply. He spends it without thinking about it. ഇളയവൻ ഇഷ്ടമില്ല പൊറോട്ട, അതുകൊണ്ട് ഒരു 5 പോണ്ട് അവൻ ഒന്നുപോലും കഴിക്കില്ല. പകുതി കഴിച്ചിട്ട് ബാക്കി മുഴുവൻ പന്നിയിലേക്ക് കൊടുക്കും. They buy things for their children thinking they're going to take too much. കുഞ്ഞെ, ദൈവം ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം നിന്നെ ഏൽപ്പിച്ചപ്പോൾ നീ അത് ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യണം. When God has asked you to utilize something efficiently, you will have to do it accordingly. പലരുടെയും കുടുംബത്തിനകത്തുനിന്ന് ദാരിദ്ര്യം മാറാത്തത് The many times people still are stuck with poverty അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. because they don't know how are they to be great administrators. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, But Holy Spirit says, ഏദൻ തോട്ടത്തിൽ ഇവനെ ദൈവം ആക്കി വെച്ചപ്പോൾ as God has kept them in the garden ദൈവം of അവനോട് Eden, പറഞ്ഞു, നീ ഇതിനെ കൈകാര്യം ചെയ്യണം, you will have to cultivate it. നീ വേല ചെയ്യണം. You will have to work on it. ഞങ്ങളുടെ ഭാഷ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഒക്കെ ചെയ്യുന്നയാൾ, അതുകൊണ്ട് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു വീട്ടിൽ പോയിരുന്ന് ജോലി ചെയ്യാതിരുന്നു ഇങ്ങനെ പടപടാന്ന് പറഞ്ഞ് കാറ്റത്ത് താഴോട്ട് കറൻസികൾ വീഴുമെന്ന്. Now many times people think that you just have to have a financial breakthrough, that God is going to open ആദമിനോട് up and പറഞ്ഞു shed it. മര്യാദയ്ക്ക് വേല ചെയ്തോണം. But you will have to really put your hard work. ഹല്ലേലൂയ. നീ വേല ചെയ്യണം, You will have to put in your നീ effort. കഠിനാധ്വാനം ചെയ്യണം. You may have to do a പക്ഷെ hard അതിനകത്ത് work, ദൈവത്തിന് സന്തോഷമുണ്ടായിരിക്കും. but there will be God's favor and mercy for you. ഓ, ആർത്ത് വിളിച്ച് ആമേൻ പറ. Tell an amen. ഓ, നല്ല ഹല്ലേലൂയ കരമുയർത്തി പറയുന്നേ. Tell a hallelujah. നീ വേല ചെയ്താൽ മാത്രം പോരാ, നീ വേല ചെയ്ത് കൊണ്ടുവരുന്നതിനെ നീ സൂക്ഷിക്കണം. And not only just you toil up, but you'll have to also know how are you going to protect അടുത്ത it, ദിവസം take ഞാൻ care of ക്ലാസ് it. ആരംഭിക്കുന്നുണ്ട്. അത് കുറച്ച് പേർക്കുള്ള ക്ലാസ് മുന്നമേ രജിസ്റ്റർ ചെയ്യണം. അതിനകത്ത് ഞാൻ പഠിപ്പിക്കും ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന്. I'm going to be doing up a class and this is for few people and I'm going to teach you about how are you supposed to handle ഇല്ല handle പാസ്റ്റർ, things. ഞാൻ രജിസ്ട്രേഷൻ എടുക്കുന്നില്ല. And so some people say, no, I'm not going to നിനക്ക് be getting സമൃദ്ധിക്കകത്ത് registration. ജീവിക്കണോ? But you think that I want to live in abundance, വേല ചെയ്യണം. you will have to pay for ചെവി തുറന്ന് it. കേൾക്കുന്നുണ്ടോ? കർത്താവിന്റെ വേലക്കാരാണെങ്കിലും അവരും വേല ചെയ്യണം. Even if you are a minister of God, still you will have to toil up for. മാത്രമല്ല തോട്ടം സൂക്ഷിക്കണം. You will have to guard the garden. ഒരു ഭാര്യയും 2 പിള്ളേരും തന്നിട്ടുണ്ടോ? If God has given you one wife and 2 ആ kids, കുടുംബത്തെ നീ സൂക്ഷിച്ച് പരിപാലിക്കണം. and you will have to protect your family. ഹലോ, പിള്ളേരുണ്ട് ഭാര്യയുണ്ട്, എങ്ങനെ സൂക്ഷിക്കേണ്ടെന്ന് അറിഞ്ഞുകൂടാ. You have everyone in your family, but you don't know how to handle. എന്നും ദാരിദ്ര്യമാ, And there's always poverty. എന്നും കഷ്ടതയാ. They have lots of struggles. നിന്റെ വീട്ടിൽ അതുണ്ടാകത്തില്ലെന്നാണ് വചനം പറയുന്നത്. But the scripture says that you will not go through all of these. എന്നിട്ടത് നടക്കുന്നെങ്കിൽ But still if you are experiencing നിനക്ക് it, സൂക്ഷിക്കാൻ അറിഞ്ഞുകൂടാ. that means you don't know how to guard നീ it. അത് സൂക്ഷിക്കണം. You will have to learn how to protect എങ്ങനെ it. ദൈവവചനപ്രകാരം സൂക്ഷിക്കണം. How am I supposed to protect it according to the God's ഒന്ന്, word? ദൈവം തരുന്ന സകല സമ്പത്തിന്മേൽ നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണം.
The first thing, you should have responsibility towards everything that God has രണ്ട്, assigned you. നിനക്ക് ദൈവം തരുന്ന എല്ലാ സമ്പത്തിന്മേൽ നിനക്ക് വിശ്വസ്തതയുണ്ടാകണം. You will have to stay faithful about what God has assigned you. വിശ്വസ്തതയോടെ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യണം. You will have to stay faithful to what God has given you. മൂന്ന്, നിങ്ങൾ ഔദാര്യ മനസ്സുള്ളവരായിരിക്കണം. The third, you should be able to give what is ഇല്ലാത്തവരെ desired. കണ്ടാൽ കരുതുവാൻ നിങ്ങൾക്ക് സാധിക്കണം. You should be able to help people who are in need. നാലാമതായിട്ട് നിങ്ങൾക്ക് ഉത്സാഹമുള്ളവരായിരിക്കണം. The fourth, you should be having a great desire to do things. ആമേൻ. ഉള്ളത് ആമേൻ ഉള്ള സമ്പത്തിൽ നിങ്ങൾ ആമേൻ സന്തോഷിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യുന്നവരാകണം. You should be satisfied with what you have. അവസാനമായിട്ട് നിങ്ങളെ ഏത് വിഷയത്തിൽ കാര്യവിചാരകന്മാരാക്കിയിട്ടുണ്ടോ അതിൽ നിങ്ങൾ പ്രാർത്ഥനാപൂർവം നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യണം. You should be also staying in prayer with whatever you have been managing with. അങ്ങനെ നിങ്ങൾ ചെയ്താൽ As you are going to do so, നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നവരാകും. you will be living a life in abundance. എനിക്കറിയാം, വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം And now I know after coming to the life of ദൈവിക faith, സമൃദ്ധി അനുഭവിക്കാൻ കഴിയാത്തവരുണ്ട്. there are many times people can't experience this in their അവരുടെ life. മനോഭാവങ്ങളെ അവർ മാറ്റണം. They'll have to change up their psychology. ദൈവവചന പ്രകാരമുള്ള ഒരു മനോഭാവത്തിലേക്ക് അവർ വന്നേ പറ്റൂ. They'll have to live according to what the word is telling them. ഒരു കൂട്ടം ജനം സമൃദ്ധിയിൽ ജീവിക്കുന്നു. There are many times people live in abundance. അവരുടെ ജോലി നിങ്ങളെക്കാൾ ഉയർന്ന ജോലി ആയതുകൊണ്ടല്ല. It is not just because they work in a better place. ദൈവം നിങ്ങൾക്ക് തന്ന ആ സോഴ്സ് കൊണ്ട് നിങ്ങളെ സമൃദ്ധിയിൽ നടത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. Whatever God has given you with a source, God is capable of leading you in abundance. അവർക്ക് ജോലി കിട്ടുന്നുണ്ട്, അമ്മ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ മനോഭാവത്തെ നീ മാറ്റിയെടുക്കുക. You will have to stop thinking about people are receiving from ദൈവം somebody else. തരുന്നു എന്ന് മാത്രം വിശ്വസിക്കാൻ നീ തയ്യാറായാൽ If you're ready to believe that God is the one who is providing, നിന്നെ ഈ ആണ്ടിൽ ദൈവം ദൈവിക സമൃദ്ധിയിൽ നടത്തും. this year God would take you into abundance. വിശ്വസിക്കുന്ന ആർത്തു വിളിച്ച് ആമേൻ പറഞ്ഞു. If you believe, tell an amen. ഹല്ലേലൂയ. Hallelujah. ആരെങ്കിലും നന്നായി ജീവിക്കുന്ന ആമേൻ കാണുമ്പോഴേ ഇത് എവിടെ നിന്ന്, ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ള നിന്റെ പൈശാചിക ചിന്ത മാറ്റിയിട്ട് ഇതിന്റെ ഉറവിടം ദൈവത്തിങ്കൽ നിന്നാണ് എന്ന് നിന്റെ വായു കൊണ്ട് നീ എന്ന് സമ്മതിക്കാൻ തയ്യാറാകുമോ അന്ന് മുതൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. When you confess it with your mouth that someone is flourishing, it's because of God, that is when you are going to change your own family. ഇതെല്ലാം എവിടുന്നാണോ ആർക്കറിയാം? ദൈവത്തിനറിയാം. Now you don't have to think about someone's wealth and think ആരും അറിയേണ്ട കാര്യമില്ല, ദൈവത്തിനറിയാം. there is no one who needs to know about it, just God. ഹല്ലേലൂയ. അവസാനമായിട്ട് പ്രധാനപ്പെട്ട ആശയം നിങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ്. I'm going to tell you the last very important thing. ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആമേൻ. ലോകത്തിന്റെ തത്വമാണ് ഈ പണത്തിന്റെ ഉടമസ്ഥൻ നിങ്ങളാണ് എന്ന്. I told you already, the world teaches you that you are the owner of the wealth. എന്റെ കാശ് കൊണ്ട് വാങ്ങിയെന്ന് പറയരുത്. ദൈവം തന്നതുകൊണ്ട് ഞാൻ വാങ്ങി. Don't tell that I bought it with my money, but tell them God gave me, so I was able to buy it. ആണോ? പറയുവോ? സമ്മതിക്കുവോ? ദൈവം തന്നതുകൊണ്ട്. Are you able to agree with that? ഓ, ഞാൻ ഇതിന്റെ കാര്യവിചാരകനാ എങ്കിൽ ഒരു മാസത്തിന്റെ ഒരു ദിവസത്തിലും നിനക്കൊരു ഞെരുക്കമുണ്ടാകും. ദൈവം സൂക്ഷിക്കും. Now if you believe that I am the steward of this, that's definitely God going to take over, that you will not have any trouble. ഹല്ലേലൂയ. ദൈവം ഉടമസ്ഥനാണെന്നും നിങ്ങൾ കാര്യവിചാരകനാണെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങും. Now if you know that God is the owner and I am just an administrator working for him, എന്റേതാണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. now when you think that it is all mine, then you don't have to depend on anybody else. എന്നാൽ എനിക്കുള്ള എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ എൻ്റെ ദൈവമാണ് എന്ന് പരസ്യമായി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ദൈവാശ്രയമായിരിക്കും. Now when you confess it with your mouth, saying that all that belongs to me belongs to God, there's going to be great faith on God. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In the book of 1 Chronicles, 29-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. in chapter 29 verse 13. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. God gives you the glorious name and attributes. ഇതാര് പറഞ്ഞതാണ്? So God is talking to whom? ദാവീദിന്റെ വാക്കുകളായത്. And these are the words of David. ധനവും Riches ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. and honor come from you. നീ സർവവും ഭരിക്കുന്നു. നീ സർവവും ഭരിക്കുന്നു. And you reign over all. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. ആ. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ധനവും ബഹുമാനവും എവിടെ നിന്നാ വരുന്നത്? ദൈവത്തിങ്കൽ നിന്നാ വരുന്നത്. So riches and honor, where does it come from? It comes from God. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കാര്യവിചാരകന്മാരായി മാറുന്നത്. And that is why we turn to be the stewards of ധനം it. എവിടെ നിന്നാ വരുന്നത്?
And so where does the riches come from? ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ മാതാപിതാക്കളെ, പ്രായമുള്ള മക്കളോട് ഞാൻ പറയുന്നത്, ഭാര്യ വീട്ടിൽ നിന്ന് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. Now I'm telling to the adults that don't keep complaining about things that I've not got this from your home or that. ധനം വരുന്നത് നിങ്ങൾ ഈ സത്യം നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അവിടെ നിന്ന് കിട്ടിയില്ല, എന്റെ ചേട്ടച്ചാരെല്ലാം കൊണ്ടുപോയി. പോട്ടടോ, ധനം ദൈവം തരും. Now you may be complaining that someone has taken away, robbed me of, but if you don't understand the truth, riches is from God. അവളുണ്ടല്ലോ, അവൾ ഒരുത്തി, അവൾ ഇങ്ങനെ അമ്മയെ സോപ്പിട്ട് ഇടയ്ക്ക് വരുമ്പോഴല്ല ഒരു സാരിയുടെ കഷണമായിട്ട് അവൾ വരും. You may be complaining your brother or a sister who has robbed of what belongs to അവൾ you. ഒരുത്തിയ. നീ പറയുന്ന വാക്കുകൾ ഈ കൊണ്ടുപോയതെല്ലാം അനുഭവിക്കാൻ അവൾക്ക് കഴിയാത്ത വിധത്തിൽ നീ കൂച്ചിക്ക് വിലങ്ങിടുക. Now you might be just keep complaining about somebody else who have taken things away from you. ഹലോ, നിനക്കുള്ളത് നിന്റെ കയ്യിലുണ്ട്. Now what belongs to you. God has given it to you in the hands. ഹല്ലേലൂയ. ഈ പെൺപിള്ളേരെ അമ്മമാരെ അപ്പന്മാരൊക്കെ മയക്കാൻ ഭയങ്കര കഴിവാ, പ്രത്യേകിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ. Girls are very smart in taking things from their parents' house after they get married. ബഹളമുണ്ടാക്കാൻ സഹോദരന്മാർ വലിയ മിടുക്കുള്ളവരുവാ. And also the brothers are capable of making them into trouble to get them from ഒരാളെ their ഇന്ന് പകരം in-laws. ഞാൻ വെറുതെ വിടത്തില്ല. So they don't leave anyone simply. ഹല്ലേലൂയ. പക്ഷെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണം, ആമേൻ, ധനം വരുന്നത് ദൈവത്തിങ്കൽ നിന്നാണ്. But even if you're a man or a woman, you'll have to understand the rich comes from God. നിന്റെ ഈ ആയുസ്സിൽ നിനക്കുള്ളത് മുഴുവൻ തരാൻ ദൈവം സർവശക്തനാ. Whatever that you require for this entire life, God is the great Almighty God who is capable of supplying it. ലോകത്തിന്റെ തത്വമാണ് ഇങ്ങനെ സോപ്പിട്ട് മേടിച്ചു കൊണ്ടുപോവുകയും ആമേൻ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നതൊക്കെ ലോകത്തിന്റെ തത്വമാണ്. The world teaches us all these wrong teachings that you'll have to get things from somebody else. ഞാൻ ഇതിനെ വെറും കാര്യവിചകാരകനാ, ഇത് കൈകാര്യം ചെയ്യാനുള്ളവനാ ഞാന്. You'll have to understand that I'm just an administrator who is administering ജയലളിതയ്ക്ക് things. 2000 സാരി ഉണ്ടായിരുന്നു ഞാൻ കേട്ടിരിക്കുന്ന. സിസ്റ്റർ തമിഴ്നാട്ടിൽ നിന്നാണല്ലോ, കേട്ടിട്ടില്ലേ? We have also heard that our former CM Jayalalitha has got lots of wealth. ഒരെണ്ണം പോലും മര്യാദയ്ക്ക് കൊടുത്തില്ല. But maybe she has not used all of that. 1000-ലധികം ചെരുപ്പുണ്ടായിരുന്ന പറഞ്ഞത്. She has got thousands of sandals. ഊട്ടിയുടെ താഴെ വലിയ എസ്റ്റേറ്റ് ഇന്നും ഉണ്ട്. And she has got a greater home in Ooty. അവിടെ ബംഗ്ലാവ് ഉണ്ട്. She has got a greater place വല്ലതും there. കൊണ്ടോയാ? But then what did she take? മറീന ബീച്ചിൽ തനിയെ കിടക്കാൻ പോയപ്പോൾ എന്തെങ്കിലും കൊണ്ടോയാ? When she has passed away, what was she able to take? ഹാലിൽ ധനവും ബഹുമാനവും ദൈവത്തിങ്കൽ നിന്ന് വരുന്നു. Both riches and honor come from God. ആരാ ഇത് പറഞ്ഞതറിയാമോ? Now who is saying this? ദാവീദ് പറഞ്ഞതാ. David is saying this. ദാവീദ് ദൈവത്തിന് കൊടുത്തത്, And after David has given all that for God, ആമേൻ, $20 ബില്യൺ കൊടുത്തത്. he has given $20 billion for God. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ When I say that $1 billion, ഇന്ത്യൻ മണി according to Indian money, 7500 കോടിയാ. it is about 7,500 crores. ആർക്കും ബോധക്കേടൊന്നും വന്നിട്ടില്ലല്ലോ. എന്നിട്ട് 50 രൂപയ്ക്ക് കണക്ക് പറയുന്നത്. And with all this, we just keep telling things for just 50 rupees that we spend. ആ മനുഷ്യൻ പറയുകയാ, But that man who has spent that much of money for God says, എന്റെ വായിലൊന്നും ഒതുങ്ങാത്ത സംഖ്യയായതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. I'm not able to tell you how much the exact ആ amount is. മനുഷ്യൻ പറയുക, ദൈവത്തിന്റെ ആലയത്തിന്, ദൈവത്തിന് ഇരിക്കാൻ കൊള്ളാകുന്ന ഒരു ആലയം പണിയുവാൻ വേണ്ടി കൊടുത്ത സംഖ്യയായി പറഞ്ഞത്. I'm telling you about how much he has invested for God's temple that he is about to build. ആ മനുഷ്യൻ പറയുക, After giving that much for ഈ God, സമ്പത്തിന്റെ എല്ലാം വരുന്നത് എന്റെ ദൈവത്തിങ്കൽ നിന്നാ. he says the riches and the honor, all that comes from God. 50 രൂപ തോത്ര കാഴ്ചയിട്ടിട്ട് കണക്ക് പറഞ്ഞിട്ടല്ല പറഞ്ഞത്. He was not just offering very little and keep calculating or telling ഇത്രയും things. അധികം കൊടുത്തിട്ട് അവൻ പറയുകയാണ്, Instead of giving all of this, he says, ദൈവത്തിങ്കൽ നിന്ന് ഇതെല്ലാം വരുന്നത്. both riches and honor has come from God. അടുത്ത വാക്യം വീട്ടിൽ ചെന്നിട്ട് വായിക്കണേ. എഴുതി വെച്ചിട്ടുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 13 മുതൽ വാക്യങ്ങൾ താഴേക്ക് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇത് അനുഭവിക്കാൻ കുറച്ച് വർഷത്തേക്ക് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചെന്നു മാത്രം. And in Chronicles chapter 29 verse 13 onwards, it says that God has just kept us for time being here to enjoy all of these. ഒത്തിരിയുള്ള പലർക്കും സ്വന്തം ചെക്കിൽ പോലും സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. Many times people don't know how to even put a sign on their check. കണക്ക് പറയാൻ പറ്റുന്നില്ല. You can't just keep telling അപ്പോൾ calculations. ഒരുത്തൻ പറയുകയാണ്, But with all of that he says, $20 ബില്യൺ കൊടുത്ത ഒരു മനുഷ്യൻ പറയുകയാണ്, സ്തോത്രം, എല്ലാ ധനവും ദൈവത്തിങ്കൽ നിന്നാ വരുന്നത്. after offering $20 billion to God, he ഈ says all സാമ്പത്തിക comes from വർഷത്തിൽ നിങ്ങളുടെ സാമ്പത്തിക അനുഭവങ്ങൾക്കൊരു മാറ്റം വരണോ? God. If you want to have a great blessing financially over the നിങ്ങളുടെ finances, മനോഭാവം ഇങ്ങനെയായിരിക്കണം. you will have
have to have your mindset in this നിങ്ങളുടെ way. സമ്പത്തിന്മേലെ സാത്താൻ വിളകൾ കളകൾ കൊണ്ടുവന്നിടാതിരിക്കണമോ? If you want Satan not to just beat it up, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നവരാകണോ? if you want to turn to be a blessing, സമൃദ്ധിയുള്ളവരാകണോ? if you're expecting that you want to have a life in abundance, ദൈവത്തിന് കൊടുക്കുന്നതിൽ ദൈവത്തിന് കൊടുത്തതിൽ കണക്ക് പറയരുത്. so never stop calculating or telling calculations about what you give ദൈവത്തിന്റെ for God. ആലയത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് കണക്ക് പറയരുത്. Do not calculate what you are giving for God. കാരണം എന്ത്? കൊടുക്കാൻ കർത്താവ് നിന്റെ കയ്യിൽ തന്നു വിട്ടതാണ്. അതിന് കാര്യവിചാരകന്മാർ മാത്രമാണ് നമ്മള്. God has given everything that needs to be given. We are just ഇത് administering it. തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇന്നലകളിൽ അങ്ങനെ പറഞ്ഞത്. And since we do not know that, we've been ഓ telling all ഹാർത്ത് that. വിളിച്ച് ആമേൻ പറഞ്ഞ് ഇന്ന് പകല് ധനം നിങ്ങൾ നിന്ന് വരുന്നു. So the riches comes from God, എന്നെ ബഹുമാനിക്കാനുള്ള പദ്ധതികളും നിന്റെ അടുക്കൽ നിന്നാ വരുന്നത്. and all the plans which God has to honor me also comes from Him. അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചു. In verse 14, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? കർത്താവേ, ഞങ്ങൾക്ക് ഈ പ്രാപ്തി തന്നത് അങ്ങാണ്. so He is saying, who has given me the strength for all of this? അങ്ങയോടെ കൂടെ ചേർന്ന് നിന്ന് And as I stand with you, ഇന്ത്യയിലെ ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി, and to build up this people in the ഭാരതത്തിന്മേൽ kingdom in ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടിയ ദൈവം നിങ്ങളെ വിളിച്ചത് to establish His kingdom in India. ഈ പണത്തിന്റെ കാര്യവിചാരകന്മാരാക്കി മാറ്റിയത് He has turned us into stewards of this ഈ money in this way. രാജ്യത്തിനകത്ത് And this kingdom in this കർത്താവിന്റെ country, വേല വളരാനാണ്. to establish His kingdom ഈ രാജ്യത്തിനകത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ചങ്കുറപ്പോടെ നിൽക്കാനാ. in this country, to stand strong for His kingdom. സുവിശേഷ വിരോധികൾ അഴിഞ്ഞാടുകയാ. Now, even though there is lots of people who are standing ആലയങ്ങളെ against കത്തിക്കാൻ evangelism, എഴുന്നേൽക്കുകയാ. there are people who are ready to burn എന്നാൽ the ഒരാലയം churches. കത്തുമ്പോൾ 100 എണ്ണമാണ് പണിത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. But even though one is burned down, there are 100 being raised up. ആ കൂട്ടത്തിൽ നിൽക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. God has called us so that we would be a part of it. ദൈവസഭയുമായി ബന്ധപ്പെട്ട സുവിശേഷ വേളയിൽ പങ്കാളികളാകാനാ യേശു നമ്മെ കാര്യവിചാരകന്മാരാക്കിയത്. He has made us into stewards so that we could be a part of all that is happening here in His kingdom. അതിനാ ഈ ആയുസ്സിൽ ആലയത്തിൽ ദൈവം നമ്മെ വിളിച്ചുകൊണ്ട് വന്നത്. And that is why God has called you and brought you into the church here. അതിനാണ് കർത്താവെ നമ്മെ കാര്യവിചാരകന്മാരാക്കി മാറ്റിയത്. And that is why God has kept us as stewards കർത്താവ് ഈ for His kingdom. കാര്യവിചാരകത്വം പ്രാമേൻ അനുഭവിക്കാൻ ഞങ്ങൾ എന്തുള്ളൂ? And so who am I? How much am I deserving to enjoy all of these? ദാവീദിന്റെ വാക്കാണ്, പുൽപ്പുറങ്ങളിൽ കിടക്കേണ്ട എന്നെ. So David is saying that I'm supposed to be laying down on the കള്ളുകുടിച്ച് grass roads. ഷാപ്പിൽ കിടക്കേണ്ട പലരെയും, Even though people are supposed to be led in many different ചെയിൻ places, സ്മോക്ക് ചെയ്ത് ആ ഹോസ്പിറ്റൽ കയറി സർജറി ചെയ്യേണ്ട നിന്നെ, many times you might be addicted to things who has been supposed to be admitted in hospital. അസുഖങ്ങൾ വന്ന് ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് ഏതെങ്കിലും ICU യൂണിറ്റിൽ പോയി അവസാനിക്കേണ്ട നിന്നെ, Many times people have been got sick with difficulties and admitted in ICU. സമ്പത്ത് നൽകി കാര്യവിചാരകന്മാരാക്കി ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നാക്കി വെച്ചത് എന്തിനാണെന്ന് അറിയാമോ? But God, instead of all that, He has turned you and made you into life and sit here with all എല്ലാവരോട് this. ശ്രദ്ധിച്ചോ. നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. I'm telling you about the way that you can stay blessed. ഈ കാര്യവിചാരകത്വം, And this stewardship, ഈ രാജ്യത്തിന്റെ സുവിശേഷീകരണത്തിന്റെ ഒരു പങ്ക് നമുക്കുണ്ട്. and so that means that you belong to the evangelism of this country. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? How many of you are believing it? അതിന് നാം തയ്യാറായാൽ ഈ വർഷം നമ്മുടെ കാര്യവിചാരകത്വം ഇനിയും വർദ്ധിക്കും. And if you're ready to do it, then there's many ways that you're going to be staying blessed. അവസാനമായി ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കുകയാ. I'm going to read one more passage. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. 1 Chronicles chapter 29 verse 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നന്നാ വയസ്സു ചെന്നവനും in verse 28, ആയുസ്സും he died in a good old age, ധനവും with full satisfied, മാനവും with days, riches, തികഞ്ഞവനായി മരിച്ചു. and with honor. ഞാൻ പറഞ്ഞു, നമ്മുടെ ആരോഗ്യവും നമ്മുടെ കർത്താവിനുള്ള കൊടുപ്പും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. I told you in the beginning itself, there's a greater connection between our health and how you give for God. $20 billion He had given $20 billion. ആ ദാവീദ്, And that David, ഇവിടെ അവന്റെ മരണം എങ്ങനെയായിരുന്നു? how was his death? നന്നാ വയസ്സു ചെന്നവൻ. He died in a good old age. പണ്ട് ഞാൻ അവിടെ പ്രസംഗിച്ച് നമുക്കെല്ലാം ദീർഘായുസുണ്ടെന്ന്. And many times we have preached that we'll be having a long life. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നു നമുക്ക് ദീർഘായുസുണ്ടെന്ന്. And today also I am telling you that you will be having a good long life. ഒരാൾ ചോദിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ എന്ന്.
One person asked me, like, is it possible to say like that? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് ബൈബിൾ പറയുന്നു. And that is what the scripture tells us. You can tell that way. ഹലോ, നമ്മൾ ഈ കയറി അഭിപ്രായം പറയുന്നത് എന്താ പറയുക, ഈ ബൈബിൾ അറിയാത്തതുകൊണ്ടാണ്. Many times people just confuse things just because they don't know the scripture. എല്ലാത്തിനും കയറി ഉത്തരവാണെങ്കിൽ വലിയ നല്ലതായിരുന്നു, പക്ഷെ അഭിപ്രായം പറയും. There are lots of opinions people say because they don't know things properly. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും നിന്റെ മേൽ ന്യായവിധി വന്നുകൊണ്ടിരിക്കുകയാണ്. Now every time when you say something, you will have to know that what you say is also accountable. കാര്യമെന്ന് ഞാൻ പറയുന്നതിന് വിരോധമായിട്ടല്ല നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത് വചനത്തിന് വിരോധമായിട്ടാണ്. It is not that you speak against me, but you sometimes speak against the word. അപ്പോൾ അവൻ നന്നാ വയസ്സു ചെന്നവൻ. He has reached in a good old age. ഇവന്റെയൊക്കെ ആയുസ് കണ്ടോ, 94. We sometimes say that he died at the age of 24. ഇതെന്തോ കഴിച്ചിട്ടാണോ? And now some people live to that age, and like we wonder what makes them live alive. നിനക്കിന്ന് കിട്ടുന്നത് മാത്രം നീ കഴിച്ചാൽ മതി. And whatever you receive, you can just have that. അതിനൊരു പുതിയ ഷോപ്പിലും നീ പോകണ്ട. You don't have to look for somewhere else to eat and live a long പക്ഷേ life. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 29 നന്നായി വായിക്കണം. You will have to read 1 Chronicles chapter 29. അവൻ നന്നാ വയസ്സ് ചെന്നവനും And he was at his good old age. ആമേൻ ആയുസ് ഉള്ളവനും. And he was having a full of his ഒരുപാട് life. ആയുസ് കൂടി പിച്ചും പേയും പറഞ്ഞ് നടന്നല്ല. It was not that he just had a life with lots of ധനവും trouble. മാനവും തികഞ്ഞവനായി He was having a full satisfied അവൻ days with മരിച്ചു. riches and honor. He died. അപ്പോൾ കർത്താവിന് നമ്മൾ കൊടുക്കുന്നതും നമ്മുടെ ആരോഗ്യവും ആയുസ്സും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. And the more you give for God, there's a greater connection between health and this long life. ഇത് ദൈവവചനത്തിന്റെ തത്വത്തിന് വിരുദ്ധമായി നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. And if you're going to just give it in a way for some other reason, it might affect your health. എല്ലാവരും കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഇപ്പം എല്ലാവരും നിങ്ങൾക്ക് കൈയടിച്ചേനെ. Now if I have told you that you're going to be receiving more, then you would have put your hands together. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ആരോഗ്യവും ദൈവത്തിനുള്ള കൊടുപ്പും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. I'm telling you that's a deeper connection between what you give for God and your health. ഒരു കണക്കൊന്നും ഇല്ലാതെ കർത്താവിന് കൊടുത്താലുണ്ടല്ലോ, Now if you're going to just give to God, no നിന്റെ matter what ആയുസ്സിനെ you estimate, വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, it is not that he's going to increase your age. നീ ആരോഗ്യമുള്ളവനാക്കി ദൈവം മാറ്റും. He will also turn you to stay healthy. ദൈവത്തിന്റെ ബഹുമാനം നിന്റെ മേൽ വരും. His honor will be there upon you. ദൈവത്തിന്റെ പ്രസാദം നിന്റെ മേൽ വരും. He'll be giving you good നീ satisfaction. ഒരു അനുഗ്രഹമായി മാറും. You would turn into a blessing. ഇന്ന് പകൽ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭ സൺഡേ സർവീസില് As this financial year's new month, ദൈവവചനം പറയുന്നു, God's word says ആരോഗ്യമുള്ളവരായി മാറാൻ, you will have to turn to be a healthy living, ആയുസ്സുള്ളവരായി മാറാൻ to have a long life. ദൈവവചനം അനുസരിച്ചാൽ, If you're going to obey the word, കർത്താവിനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറായാൽ, if you're ready to love God, നിന്റെ ജീവിതത്തിനകത്ത് ദീർഘായുസ് തന്ന് ദൈവത്തിന് നിന്നെ അനുഗ്രഹിപ്പാനുണ്ട്. He is going to give you with a long life and bless you. ഇതിനൊരു വലിയ മോഡലാണ് ദാവീദിനെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. And to set as an example is what David has been there. ദാവീദ് എല്ലാ ദിവസവും എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്നാണോ? Was David living in an air-conditioned room every ഭയങ്കര day? നല്ല ഭക്ഷണം കഴിച്ചു ജീവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Do you think David was having a very great rich food? ഇതുപോലെ തിരസ്കരണം അനുഭവിച്ചൊരു മനുഷ്യൻ ബൈബിളില്ല. There is no one, I don't think, who has struggled so much in his life. എവിടെയെങ്കിലും ചെന്നാല് സഹോദരന്മാർ പറയും പോടാ പോടാ പോടാ. He has faced lots of rejection wherever he has gone. നീ എന്തിനാടാ ഇവിടെ വന്നത്? People will keep on chasing him. Brothers will chase him. തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. Even though he has been rejected at many times. ആമേൻ. എന്നാൽ തിരസ്കരിക്കപ്പെട്ട തിരസ്കരണം അഴിച്ചുവിട്ട ആരുടെയും ആയുസ് വേദപുസ്തകം പറയുന്നില്ല. There is no one's life who has endured all these difficulties, the Bible says. ആ തിരസ്കരണത്തിനകത്തും Even in the middle of all his rejections, കർത്താവിന്റെ വചനമനുസരിച്ച he was ready to obey God's വചനമനുസരിച്ച word. As he was following God's word, ദാവീദിനെ കർത്താവ് ഓർത്തു. and God remembered David. ദൈവം ഓർത്തു. God has remembered ഇന്ന് him. പകൽ ഈ സാമ്പത്തിക വർഷത്തിൽ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കും. And at this year, God is going to be remembering your families. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of you are believing ഈ it? വചനത്തിലേക്ക് നമ്മൾ ഇന്ന് തിരികെ വന്നാൽ As we are going to come back to the scriptures, നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെടും. our family is going to be filled with God's നമ്മുടെ blessings. കുടുംബങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെടും. Our family would be blessed with all the God's എത്ര പേർ blessings. വിശ്വസിക്കാൻ തയ്യാറാകും? How many of you are ready to believe it? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനത്തെ അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ,
It is when I say faith, you will have to obey what the word says. മറ്റൊരു ദാവീദ് ഇന്ന് പകൽ ഇവിടെ അഭിഷേകം ചെയ്യപ്പെടാൻ പോകുക. There's going to be another David getting anointed here. ഒരുപാട് പേരെ കർത്താവ് അഭിഷേകം ചെയ്യാൻ God പോവുകയാണ്. is going to be anointing many of us. പ്രാർത്ഥിക്കുന്ന പകൽ ദാവീദിനെ പോലെ കർത്താവേ എനിക്ക് ദീർഘായുസ്സ് വേണം. You'll have to pray that God give me a long life like David. ഹല്ലേലൂയ. ആയുസ്സും ധനവും മാനവും ബഹുമാനമുള്ളവനായി എന്നെ ഇന്ന് പകൽ കർത്താവ് മാറ്റണം. You will have to fill me and satisfy my days with riches and honor. ഇന്ന് പകൽ കർത്താവ് അത് ചെയ്യാൻ പോകുക. This afternoon, God is going to do it. ഇന്ന് പകൽ അത് ചെയ്യാൻ പോകുക. He's going to do it for us. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of you are believing it? ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റും. This word is going to change your life നിങ്ങളുടെ history. കുടുംബത്തിന്റെ every situation With all circumstances, ചേഞ്ച് ആകാൻ പോവുകയാണ്. it's going to be changed. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, Now you may be praying for so long. നാളുകളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന For long time you've been എല്ലാ desiring. വിഷയത്തിനുമേലും All that concerns നിങ്ങളുടെ you, തലമുറ ഉൾപ്പെടെ, including all your family നിങ്ങളുടെ തലമുറ generations, ഉൾപ്പെടെ, including all your ഇതിനകത്ത് offspring. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, God tells me പല ആഗ്രഹങ്ങളും നിവർത്തിയാക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. there are many times people here sitting here who have got lots of പരിശുദ്ധ desires ആത്മാവ് ഇന്ന് not പകൽ met. പറയുകയാ, But Holy Spirit says നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം പൂർത്തിയാക്കുന്ന ഒരു വർഷമായത്. this year God is going to grant you all your desires. എല്ലാ ആഗ്രഹങ്ങളും, All your desires. ദൈവഹിതപ്രകാരമുള്ള സകല ആഗ്രഹങ്ങളും All the desires as according to God's will. നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് പൂർത്തിയാക്കപ്പെടാൻ പോകുക. It is going to come true in your home. നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് പൂർത്തിയാക്കപ്പെടാൻ It പോകുക. is going to be fulfilled in your home. വിശ്വസിക്കുന്ന ആർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞോ? If you believe, tell an ഒരു amen. മനുഷ്യന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ There is no need of anyone's recommendation. ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, Holy Spirit says ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ ഇന്ന് പകൽ ഇറങ്ങുകയാണ്. Holy Spirit is going to be recommending things for you. സ്വീകരിച്ചോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Receive the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് Receive the God's Holy Spirit. നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന വർഷമായത്. എത്ര പേർക്ക് അങ്ങനെ ഭയങ്കരമായി ബോധ്യമുണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന്? How many of you having that the God is going to be commending in for me? നിങ്ങൾ പ്രതീക്ഷിച്ച ആരും നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ല. Maybe you were expecting people would come and suggest things for you. പലരും പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. Many times things did not go that way you expected. പൂർത്തീകരിക്കപ്പെട്ട ദൈവം പ്രധാനമായിട്ടും തുടർന്ന ഒരു മേഖല എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെടാത്ത ചില ആഗ്രഹങ്ങൾ. There are some things, some desires which have not been fulfilled. ഈ ആണ്ടിൽ പൂർത്തീകരിക്കപ്പെടും. This year it is going to turn true. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കാൻ പോവുക. In the name of Jesus it's going to happen so. ഹല്ലേലൂയ. Hallelujah. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കണം. And what are you supposed to? Love God. ആരെ പോലെ സ്നേഹിക്കണം? ദാവീദിനെ പോലെ സ്നേഹിക്കണം. How am I supposed to love God? Like David. ദാവീദിനെ പോലെ സ്നേഹിക്കണം. Love God like David. ഇത്രയും കാലം നമ്മൾ പാടിയത് ദാവീദിനെ പോലെ നമ്മൾ ആരാധിക്കണമെന്നാ. Many times we've been singing about how I worship like David. പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, ദാവീദിനെ പോലെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ. But Holy Spirit reminds us that if you're ready to love God like David, നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളെ കർത്താവ് മാറ്റും. He is going to turn the atmosphere of your home.